أعوذ بالله من الشيطان الرجيم يوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, പ്രിയമുള്ള മുജാഹിദ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിശ്വത്തിൻ്റെ പ്രഗത്ഭ പ്രഭാഷകനും സൈദ്ധാന്തികനും ഖത്തീബുമായ ഷെരീഫ് കരുവാരക്കുണ്ട് മൗലവി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ എൻ്റെ പിതാവ് അബ്ദുറസാഖ് സുല്ലമിയുടെ ഒരു സംസാരത്തിന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ മറുപടിയെ സംബന്ധിച്ചും ആ മറുപടിയിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള അപകടകരമായ ചില വിശ്വാസങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ മറുപടിയുമായി അദ്ദേഹം വരാനുള്ള ഇതിനകത്തുള്ള ചില കുതന്ത്രങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് അബ്ദുറസാഖ് സുല്ലമിയുടെ മകൻ കൂടിയായ സാജിദ് തിരൂരങ്ങാടി എന്ന ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ടായ കാരണമെന്ന് ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, അബ്ദുറസാഖ് സുല്ലമി വിശ്വത്തിൻ്റെ തിരൂരങ്ങാടിയിലെ സംഘടനാ ഭാരവാഹിത്വം വഹിക്കുന്ന വ്യക്തിയാണ്. അവരുടെ പണ്ഡിതനുമാണ്. ഞങ്ങളെല്ലാം വിശ്വത്തിൻ്റെ കൂടെ സജീവമായി 2012 മുതൽ രംഗത്തുണ്ടായിരുന്ന ആളുകളുമാണ്. അദ്ദേഹം ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുകയും ഞാനുമായി പല സന്ദർഭങ്ങളിലും പലരുമായി പല വിഷയങ്ങളിലും അദ്ദേഹം ചർച്ച ചെയ്തതിന് ശേഷം വിശ്വ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ മുന്നോട്ട് വെക്കുന്ന ഈ ജിന്ന് പിശാചുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിൻ്റെ അഖീദക്ക് പിഴവായ ഒരു വിശ്വാസമാണ് അവർ വെച്ചു പുലർത്തുന്നത് എന്നും അവർ ഇപ്പോൾ വാദിക്കുന്നത് യഥാർത്ഥത്തിൽ തൗഹീദിന് വിരുദ്ധമായ ഒരു വാദമാണ് എന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ആ നിലപാട് അറിയിച്ചുകൊണ്ട് ഫൈസൽ മൗലവിക്കും അതുപോലെ പറപ്പൂരിനും മറ്റുള്ള ആളുകൾക്കുമൊക്കെ കത്ത് കൊടുത്തയച്ചു. നിങ്ങൾ ജിന്നുകളുള്ള ഈ സഹായത്തേട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ഈ നിലപാട് പ്രമാണവിരുദ്ധമാണെന്നും അതുകൊണ്ട് മുഖാമുഖങ്ങളിലായാലും പ്രഭാഷണങ്ങളിലായാലും ആര് ചോദിച്ചാലും ജിന്നുകളോടുള്ള സഹായ അഭ്യർത്ഥന ഏത് നിലയിലും ശിർക്ക് തന്നെയാണ് എന്നും പറയണം എന്നാവശ്യപ്പെട്ടു. മാസങ്ങൾ കഴിഞ്ഞു, അവരത് അവഗണിച്ചു. പിന്നീട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അബ്ദുറസാഖ് സുല്ലമി ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വിട്ടു. അതും കുറച്ചൊക്കെ കറങ്ങി തിരിഞ്ഞു എന്നല്ലാതെ ആരും അത് പരിഗണിച്ചില്ല. അദ്ദേഹം വീണ്ടും 2 വോയിസുകൾ വിട്ടുകൊണ്ട് എൻ്റെ നിലപാട് ഇതാണ് എന്ന് പ്രഖ്യാപിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലിലെ ഒരു ബ്ലോഗർ അദ്ദേഹത്തെ വിളിക്കുകയും ഇങ്ങനെ ഒരു വോയിസ് കേൾപ്പിക്കുകയും ഇത് താങ്കളുടേതാണോ എന്ന് ചോദിച്ചപ്പോൾ അത് എൻ്റെ തന്നെയാണ്, അത് ഞാൻ പറഞ്ഞ നിലപാട് തന്നെയാണ് എന്ന് പറഞ്ഞു. ഹലോ, തിരക്കിലാണോ റസാഖ് സുല്ലമി? അല്ലല്ല, പറയ്. ഞാൻ പയ്യോളിൽ നിന്നാണേ. സുല്ലമി ഉസ്താദിന്റെ ഒരു ചെറിയൊരു കഷ്ണം കിട്ടി, ഒരു ചെറിയൊരു വോയിസ്. അപ്പൊ അതിന് കൊണ്ടുള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടിട്ട്, അത് അവർ കട്ട് ചെയ്താണോ കേരളമാര് കട്ട് ചെയ്താണോ എന്നൊന്നും അറിയില്ല. ജിന്ന് വിഷയത്തില് ജിന്നിനോട് എപ്പോ എങ്ങനെ തേടിയാലും ശിർക്കാണെന്നുള്ള ഞാൻ പറഞ്ഞു തന്നെയാണ്. ശരിയാ. അത് അപ്പോ നമ്മളെ വിഷ്ടം വാദത്തിനെതിരല്ല അത് ആയിരിക്കാം. ഞാൻ പിന്നെ പ്രസ്താവന നോക്കാം ആ കാര്യത്തില്. എന്താ ഞാൻ മനസ്സിലാക്കി, ഞാനായിരിക്കും നമ്പർ ഞാൻ, പക്ഷെ ഞാനത്
നോക്കുന്നില്ല. ഏത് പ്രസ്ഥാനത്തിന് അനുകൂലമാണ് എതിരെന്നുള്ളത് നോക്കുന്നില്ല. ആ അല്ല, കാരണം എന്താ വെച്ചാല് പിന്നെ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കുന്നത്. അതായത് പിന്നെ ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജിന്നെ വെളിച്ചം തരാമോ, ഒന്ന് സഹായിക്കാമോ എന്ന് അടുത്തുള്ള ജിന്നിനോട് ചോദിച്ചാല് അത് പ്രാർത്ഥന ആവൂല, ശിർക്കാവൂല എന്നാണല്ലോ നമ്മളെ ജബ്ബാർ ജിന്ന് ഒന്ന് ഒരു പ്രശ്നം, എവിടെ ജിന്ന് അടുത്തുണ്ടോ എന്ന് ആർക്കും അറിയാൻ പറ്റും? ജിന്ന് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അവിടെ ഉണ്ടോ അല്ലേ എന്നുള്ളത്? ഇല്ല അറിയാൻ പറ്റൂല. പിന്നെ എങ്ങനെ? അപ്പൊ അങ്ങനത്തെ ഒരു ഇരുട്ടി തപ്പിത്തറിഞ്ഞ തന്നെ ഉണ്ടെങ്കിൽ ജിന്നുകൾ നിങ്ങൾ കാണൂല എന്ന് ഖുർആൻ പറഞ്ഞുണ്ട്. പിന്നെ ഇറാഖും കബീലും മിന്നയിലാത്തവനും അവർ ഇങ്ങോട്ട് കാണും, നിങ്ങൾക്ക് അങ്ങോട്ട് കാണൂല. ഇപ്പൊ എന്തിനാ അങ്ങനെ ഒരു വലിയ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. ശരിക്കും ആ ഇരുട്ടിലെ ആളെങ്കിലും അള്ളാഹുവെ അന്വേഷിക്കണമെന്ന് തന്നെ പറയണ്ടേ. ഹാജറ ബീവി ഈ ഇതിൽ സഫാ മർവയില് ഓടിയപ്പോ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് എന്താ വിളിച്ചത്? അള്ളാഹുവെ എന്നാണ്. അപ്പൊ അള്ളാഹു ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ആരെ ഉദ്ദേശിച്ച് ചോദിച്ചു തന്നെ, ആരെ വലിയ മനുഷ്യരുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. അതെ. അല്ല, അപ്പൊ ജബ്ബാർ മൗലവിക്ക് അബദ്ധം സംഭവിച്ചതാണോ? അത് ഞാൻ അതിനെ പറ്റി ഒന്നും പറയില്ല. അതൊക്കെ എനിക്ക് എന്റെ ആശയം ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള ഒരു പണ്ഡിതനെ കുറിച്ചും ഒരു പ്രസ്ഥാനത്തെ കുറിച്ചും മുന്നോട്ട് ചോദിക്കണ്ട. ശരി. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മള് പിന്നെ ഈ കോഴിച്ചന സംവാദത്തില് തോന്നിയതൊക്കെ വെറുതെ കൂടുതൽ വിഷയത്തിൽ എനിക്ക് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ തന്നെയാണോ പറഞ്ഞതല്ലേ? അത് ഞാൻ പറഞ്ഞു തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അയിമന്ന് വരെ എത്തിപ്പെടുന്നുണ്ട്. ഞാൻ ബാക്കിയൊന്നും അതിനെ പറ്റി നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാൻ പറയില്ല. അല്ല, റസാഖ് സുല്ലമി അത് പിന്നെ വിഷ്ടംകാരനാണെന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അതെ, എന്നെ വിട്ടുകാരനാണ്. ഞാൻ എന്റെ പ്രസ്ഥാനങ്ങൾ ഉദാഹരണം ചെയ്തു. ഇനി ബാക്കി അതിൽ ഏതെങ്കിലും ഒരാൾ പണ്ഡിതനോ മറ്റേ ബന്ധപ്പെടുത്തിയിട്ടോ അതിന് അനുകൂല എതിരുള്ളതൊക്കെ നിങ്ങൾ വിലയിരുത്തിയാൽ മതി, ഞാൻ പറയില്ല. അപ്പോൾ താങ്കൾ വിഷ്ടംകാരനാണോ ചോദിച്ചു. ഞാൻ വിഷ്ടത്തിലുള്ള ആളാണ്. അപ്പോൾ വിഷ്ടത്തിന്റെ ഈ ആശയാദർശങ്ങൾക്ക് എതിരല്ലേ താങ്കൾ പറഞ്ഞത്? ആർക്കെതിരാകും ആർക്കെതിരല്ല അതൊന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഈ കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രം എന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു. അതും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ ഈ വിഷയത്തിൽ ഒരു വീഡിയോ ഇറക്കി സലഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഷിർക്കാണ് പറയുന്നത് എന്ന് അദ്ദേഹം കൃത്യമായ ആ വിശദീകരണത്തിൽ പറയുന്നുമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സമൂഹത്തിലെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജിന്നുകളോട് സഹായം ചോദിക്കുന്ന വിഷയം. ഇതിൽ സഹായം ചോദിക്കുന്നത് തെറ്റാണെന്നും അത് പാടില്ലാത്തതാണെന്നും ഇവിടെ ഈ പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ രണ്ടും പറയുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം അത് സഹായം ചോദിക്കുന്നത് വ്യക്തമായി ഷിർക്കാണ് എന്നും മറ്റൊരു വിഭാഗം ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ് അഥവാ വസീലത്ത് ഷിർക്കാണ് എന്നുമാണ് പറഞ്ഞത്. ഈ പ്രശ്നത്തിൽ ആ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയത് അത് ഷിർക്കാണ് എന്ന് തന്നെയാണ്. ഈ പ്രശ്നത്തിലെ സൗദി അറേബ്യയുടെ പണ്ഡിത സഭ ഫത്വ ഗവൺമെൻറ്റിനും വ്യക്തികൾക്കും ഫത്വ നൽകാനായി ഉള്ള സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ സഭയാണ് ലജ്നത്തു ദായിമ. അവർ എന്ത് ആണ് ഈ പ്രശ്നത്തിൽ എടുത്ത ഫത്വ? അവർ നൽകിയ ഫത്വ എന്താണ്? 18255 നമ്പർ ഫത്വ. ആ ഫത്വയിൽ പറയുന്നു, വലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീൻ ലിഅന്ന ദാലിക മിനശ് ശിർക്കി. ഹാജരില്ലാത്ത നമ്മളെ സംബന്ധിച്ച് ആ ഭൗതിക രൂപത്തിൽ നമ്മളിവിടെ ഇപ്പോൾ മരിച്ചുപോയ ആൾക്കാർ ഗായിബാണല്ലോ, അതേപോലുള്ള ആൾക്കാരോടും ജിന്നുകളോടും സഹായം തേടുന്നത് ലാ യജൂസു, അനുവദനീയമല്ല. ഇനി പറയുന്നു ലിഅന്ന ദാലിക മിനശ് ശിർക്കി, കാരണം അത് ശിർക്കിൽപ്പെട്ടതാണ്. അപ്പോൾ പണ്ഡിത സഭ പറഞ്ഞത് അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്, എന്നാൽ വാചകമല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ലിഅന്ന ദാലിക മിനശ് ശിർക്കി എന്നാണ്. പിന്നെ ഇതും കൂടെ ആയപ്പോൾ മാളത്തിൽ ഒളിച്ച വിസ്റ്റംകാർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോഴും ഇനി വിസ്റ്റത്തിൻ്റെ ഒരു പണ്ഡിതനും തിരൂരങ്ങാടിയിലെ വിസ്റ്റത്തിൻ്റെ ഭാരവാഹിയുമൊക്കെ ആയ അബ്ദുറസാഖ് സുല്ലമി അങ്ങനെ ഒരു ഇളക്കണ്ട് മാറ്റുണ്ട്, അദ്ദേഹം ആ നിലപാടിനെതിരെ പറഞ്ഞു എന്നൊക്കെ നമ്മുടെ വായിലൂടെ ഇനി അറിഞ്ഞാൽ അത് കൂടുതൽ വൈറലാകും, ചർച്ചയാകുമെന്നതുകൊണ്ട് അതിനെ അവർ മൂടി വെക്കുക ചെയ്തിരുന്നത്. പക്ഷേ വീഡിയോ ഇറങ്ങിയതോടുകൂടി ഏകദേശം 10-55 ആളുകൾ ഇത് കണ്ടു, മാഷാ അല്ലാ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമെന്ന നിലക്ക് വിസ്റ്റത്തിൻ്റെ പണ്ഡിതന്മാർ ഷെരീഫ് കരുവാരക്കുണ്ട് എന്ന അവരെ സൈദ്ധാന്തികനായ മൗലവിയെ തന്നെ
എന്ത് ചെയ്തു, ഒരു വീഡിയോയിൽ ഒരു മറുപടി എന്നുള്ള നിലക്ക് അവർ ഇട്ടു. എന്നിട്ട് അദ്ദേഹം കേരള മുജാഹിദിലേക്ക് വന്നിട്ടില്ല. ഞാൻ കേരള മുജാഹിദിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല, വിശ്വത്തിൻ്റെ പേരും പറഞ്ഞിട്ടില്ല. രണ്ട് സംഘടനകൾക്കിടയിലുള്ള കേരളത്തിലെ അഭിപ്രായ വ്യത്യാസത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ അവതരിപ്പിച്ചത്. പക്ഷേ നേരെ നോക്കി വെടിവെക്കുന്ന, ഊഹിച്ചു പറയുന്ന, അല്ലെങ്കിൽ വന്നിൽ വിശ്വസിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എല്ലാം അബ്ദുറസാഖ് സുല്ലമി ഈ പുതിയ സത്യം അഥവാ 18 വർഷത്തിനു ശേഷം അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയ മനസ്സിലാക്കിയ ഈ സത്യം അത് മനസ്സിലായപ്പോൾ അദ്ദേഹം KNM മർക്കസ് ദഅവക്കാരുടെ കൂടെയല്ലേ കൂടേണ്ടിയിരുന്നത്? അദ്ദേഹത്തിന് നസീഹത്ത് മാത്രമേ ഉള്ളൂ ഇതിലൂടെ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നസീഹത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം KNM മർക്കസ് ദഅവക്കാരുടെ കൂടെയല്ലേ കൂടേണ്ടിയിരുന്നത്? കാരണം ഇത് സത്യമാണെങ്കിൽ ഈ സത്യം ആദ്യമേ പറഞ്ഞത് അവരല്ലേ. എന്തുകൊണ്ട് അദ്ദേഹം മാറ്റിപ്പറഞ്ഞവരുടെ കൂട്ടത്തിലേക്ക് പോയി? അഥവാ എന്തുകൊണ്ട് KNM മർക്കസ് ദഅവയിൽ ചേരുന്നില്ല? അങ്ങനെയാണ്. അദ്ദേഹം മർക്കസ് ദഅവന്റെ കൂടി പോയിട്ടില്ല, KNMയിലും പോയിട്ടില്ല, എപ്പോഴും വിശ്വത്തിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഈ സാധുവിന് കഥ അറിയാതെ ആട്ടം കാണുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഊഹിക്കുകയാണ് ഇദ്ദേഹം KNMന് അനുകൂലം. അപ്പോൾ എന്താ സംഭവിച്ചാൽ, ഇത് നമ്മുടെ നാട്ടിൽ നമ്മളൊരു തൗഹീദി പ്രഭാഷണം നടത്തും, മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസമൊക്കെ പറയും. അങ്ങനെ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ശിർക്കും പറയും. അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്ന ചില മൂല്യന്മാർക്ക് ഇളക്കം തുടങ്ങും. എന്താ, ഒരു സമസ്ത പേര് പറഞ്ഞിട്ടില്ല, ഒരു സക്കാബിൻ്റെ പേരും പറഞ്ഞിട്ടില്ല, മൂല്യന്മാരാണ് ഈ വിശ്വസിക്കുന്നത് ഒന്നും പറഞ്ഞിട്ടില്ല. മക്കാ മുശ്രിക്കിൻ്റെ വിശ്വാസം ഈ കാലഘട്ടത്തിൽ ശിർക്കും പറഞ്ഞപ്പോത്തിന് മൂല്യന്മാർ ഇളകും. അതെന്താ കാരണം? അബൂജഹലിനെ തോണ്ടുമ്പോൾ മുസ്ലിയാക്കന്മാർക്ക് ഇളക്കുവാൻ വരും. മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസം പറഞ്ഞാൽ അപ്പോൾ സമസ്തക്കാർക്ക് ഇളക്കം വരാം. എന്താ, ഇത് തമ്മിൽ യോജിപ്പുണ്ട്. അപ്പോൾ കുമ്പളൊക്കെ കെട്ടോൻ്റെ പുറത്ത് വെള്ളപ്പൊടി എന്ന് പറഞ്ഞ മാതിരി വെറുതെ കഥ അറിയാതെ ആട്ടം കാണാനാണ് മൂല്യന്മാർ. അതന്നെയാണ് ഇപ്പോൾ വിശ്വംകാർ ചെയ്യണത്. റസാഖ് സുല്ലമി ഇപ്പോഴും ഇഷ്ടത്തിലാണ് കൂട്ടരെ. അദ്ദേഹം ഇപ്പോഴും ഇഷ്ടത്തിന് രാജിവെച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും മെമ്പർഷിപ്പ് ഉണ്ട്, ഇപ്പോഴും ആ ഭാരവാഹിത്വം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഐഡിയോളജിക്കെതിരെ സംസാരിച്ച ആ വ്യക്തിക്കെതിരെ ധൈര്യസമേത രംഗത്ത് വരാനോ അല്ലെ അദ്ദേഹവുമായിട്ട് വന്നിട്ട് ഒരു ആരോഗ്യകരമായ ചർച്ച നടത്താനോ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. ചോദ്യം, കുവൈത്തിലെ സലഫി സംഘടന ഈ വിഷയത്തിൽ ഇവിടുത്തെ നേതൃത്വത്തിന് അയച്ച കത്ത് മുന്നിൽ വെച്ച് ഇത് വസീലത്ത് ഷിർക്കാണ്, ഹറാമാണ് എന്ന് പറയുന്നവരെയും അല്ല ഷിർക്ക് തന്നെയാണ് എന്ന് മുമ്പ് പറഞ്ഞവരെയും ഇപ്പോൾ മാറ്റി പറഞ്ഞവരെയും ഒരുമിച്ചിരുത്തി ഒരു ചർച്ചക്ക് ചർച്ച സംഘടിപ്പിച്ച് കേരളത്തിലെ സലഫി സംഘടനകൾക്കിടയിൽ ഈ വിഷയത്തിൽ ഐക്യമുണ്ടാക്കാനും യഥാർത്ഥ ഷിർക്കിനെതിരെ, വിദ്അത്തിനെതിരെ തൗഹീദും സുന്നത്തും പ്രചരിപ്പിച്ചുകൊണ്ട് ഐക്യമുണ്ടാക്കി ദഅ്വാരംഗത്ത് സജീവമാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാനും അതിനൊരു ചർച്ച വേദിയൊരുക്കാൻ ഈ അബ്ദുറസാഖ് സുല്ലമി തയ്യാറാകുമോ? എന്നിട്ട് വെറുതെ കാതടച്ച് വെടിവെക്കുന്ന പോലെ, നേൽ നോക്കി വെടിവെക്കുന്ന പോലെ വെറുതെ ഒരു നേൽ നോക്കി വെടിവെച്ചിട്ട് ഒരു വെല്ലുവിളി എടക്കരയിലെ സലീം സുല്ലമി എന്ന് പറയുന്ന KNMന്റെ നേതാവിനോട് പറയുകയാണ്, താങ്കൾ സമ്പാദ്യം തയ്യാറാകണം. റസാഖ് സുല്ലമിയോട് വെല്ലുവിളി, താങ്കൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തി ഈ വിഷയത്തിൽ സംവാദം ഉണ്ടാക്കണം. എന്താ നിങ്ങൾക്ക് സംവാദം ഇപ്പം ഉണ്ടാക്കണം എന്നാണ് വിളിക്കുന്നത്? ഇതിന് മുമ്പ് ഹനീഫ് കായക്കൊടി കേരള ജമിയത്തിയുടെ സെക്രട്ടറി സൂറത്ത് ജിന്ന് 72-ാം അധ്യായം 6-ാമത്തെ ആയത്ത് വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിറിജാലിൻ മിനൽ ജിന്നി ഫസാദുഹും റഹഖ. വാദിയിലൂടെ സഞ്ചരിക്കുന്ന മക്കത്തെ മുശ്രിക്കുകൾ അവിടെ പ്രസന്റ് ഉണ്ട്, ഹാദറുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ജിന്ന് ക്യാപ്റ്റനോട്, അവിടുത്തെ വാദിയിലെ സയ്യിദ് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനോട് ഭൗതികമായ സഹായം തേടി. എന്താ ഭൗതികമായ സഹായം? ഞങ്ങൾ കുട്ടികളും മക്കളും ഇതിലൂടെ പോവുകയാണ്, നിങ്ങളെ ചോട്ട ശൈത്താന്മാർ ഞങ്ങളെ സമ്പത്തും നമ്മളെ മക്കളെ ഉപദ്രവിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ അവരോട് ഞങ്ങൾ ഉപദ്രവിക്കല്ലേ എന്ന് പറയണമെന്ന് സഹായം തേടിയതൊക്കെ തികച്ചും ഭൗതികമായ സഹായത്തേട്ടം. ഇതിനെക്കുറിച്ച് അല്ലാഹു തആല ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഷിയാബ് ചോറ്റൂര് നടന്ന് ഹജ്ജിന് പോയി. ആ ഹജ്ജിന് പോയ സമയത്ത് ഷിയാബ് ചോറ്റൂർ ഇന്ത്യൻ ബോർഡർ കഴിഞ്ഞ് പാകിസ്ഥാനിൽ കയറിയപ്പോൾ അവിടെ അപേക്ഷ കൊടുത്തു. എന്താ, ഞാൻ ഈ രാജ്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, ഈ ബോർഡർ കഴിയുന്നവരെ എനിക്ക് നിങ്ങൾ സേഫ്റ്റി പ്രൊട്ടക്ഷൻ തരണം. ഇതുപോലുള്ളൊരു സഹായത്തേട്ടത് ശിർക്ക അല്ല, അതുപോലെയാണ് തേടിയത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ ശിർക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ വിശ്വത്തിൻ്റെ അടിസ്ഥാന ഐഡിയോളജിയെ തകർക്കുന്ന അല്ലെങ്കിൽ അത് ശിർക്കാണെന്ന് ബോധ്യമാക്കുന്ന ഈ ആയത്ത് വെച്ച് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ഹനീഫ് കായക്കൊടി വെല്ലുവിളിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞ് ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ
കേരള ജമിയത്തുലമയുടെ കത്ത് തന്നാൽ ഞങ്ങൾ തയ്യാറാണ് എന്നും പറഞ്ഞിപ്പോൾ വരികയാണ്. ഇനി ഫൈസൽ മുസ്ലിയാർ പറയാണ്, അതുകൂടി ഒന്ന് കേൾക്കണം. KJUവിന്റെ കത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അതിന് ഉറപ്പാണ്. അതാ കണ്ടില്ലേ, KJUവിന്റെ കത്ത് കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ വാദപ്രതിവാദത്തിന് ഒഴിഞ്ഞു മാറാൻ എന്താ വഴി? KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ, KJUവിന്റെ കത്ത് കിട്ടണമെന്ന് പറയാ. അതെന്തായാലും കിട്ടൂല. കാരണം ഫൈസൽ മുസ്ലിയാർക്ക് അറിയാം, മൂപ്പര് കുറെ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. മുജാഹിദികളുടെ ഭാഗത്ത് നിന്നപ്പോ വാദപ്രതിവാദങ്ങളിൽ ഇരുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം അങ്ങനെ കത്ത് കൊടുക്കുന്ന ഒരു രീതി KJUവിനില്ല. അപ്പൊ പിന്നെ വാദപ്രതിവാദം നടക്കാതിരിക്കാനുള്ള വഴി എന്താ? KJUവിന്റെ കത്ത് വേണമെന്ന് പറയാ. മുസ്ലിയാർ എന്നെ അംഗീകരിക്കാൻ ഒരു KJU സെക്രട്ടറി വെല്ലുവിളിച്ചു, നമ്മുടെ പണ്ഡിത സഭയെയാണ് വെല്ലുവിളിച്ചത്. ഇനി വ്യക്തികൾ തമ്മിലല്ല. അത് തന്നെയാണ് കാലങ്ങളെ നമ്മൾ കാത്തുന്നത്. മറ്റു പലരും പലയിടത്തൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ വെല്ലുവിളിച്ചപ്പോഴും അന്ന് മൗനം പാലിച്ചത് അത് ഔദ്യോഗികമായി വരട്ടെന്ന് വയ്ക്കണം. അപ്പൊ അത് ഔദ്യോഗികമായി വന്നു. ഞാൻ രേഖ കൊടുത്തയച്ചാൽ മതി. സ്റ്റേജിൽ പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ ഒരു എഴുതി കൊടുത്തയക്കാൻ എത്ര പ്രയാസം? അവിടെ കായക്കൂടെ നമ്പർ. അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഏറ്റെടുത്തല്ലോ, ഏറ്റെടുത്തത്. ഇനി ഏറ്റെടുത്ത കാര്യം അതിന്റെ കാര്യങ്ങൾ മുറക്ക് നടക്കുക എന്നതല്ലാതെ അതിന്റെ ഇടയിൽ എന്തിനൊരു കത്ത്? ഇനി കത്ത് വേണോ? കത്ത് നിർബന്ധമാണെങ്കിൽ ആരാവശ്യപ്പെടണം? ഇവരുടെ പണ്ഡിത സഭ ആവശ്യപ്പെടണ്ടേ? എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത്? എന്താ പണ്ഡിത സഭ ആവശ്യപ്പെടാത്തത്? ഇത് കിട്ടൂല, ഇത് നടക്കരുത് എന്നിവർ തീരുമാനിച്ചു. എന്നിട്ട് മുസ്ലിയാരുടെ അനുയായികളുടെ ഉപദേശം എന്താ? ഉപദേശം അത് ഔദ്യോഗികമായി വരട്ടെന്ന് വയ്ക്കണം. അപ്പൊ അത് ഔദ്യോഗികമായി വന്നു. ഞാൻ രേഖ കൊടുത്തയച്ചാൽ മതി. സ്റ്റേജിൽ പരസ്യമായി വിളിക്കാമെങ്കിൽ എന്താ ഒരു എഴുതി കൊടുത്തയക്കാൻ എത്ര പ്രയാസം? അവിടെ കായക്കൂടെ നമ്പറുള്ളത് മുഴുവനും മൂപ്പർ ചോദിക്കാൻ നിങ്ങൾ എന്താ കൊടുക്കാത്തത്? ഞങ്ങൾ ഒരാഴ്ച കൂടെ കാത്തിക്കും. അതിനിടയ്ക്ക് കിട്ടിയെങ്കിൽ ബാക്കി പണി നമുക്കറിയാം. നമുക്ക് അപ്പം നോക്കാം. ഉസ്താദിന്റെ ഉപദേശ അനുയായികൾ സ്വീകരിച്ചു കേട്ടോ. എന്ത്? എല്ലാവരും കായക്കൊടിയെ വിളിക്കണം, വിളിച്ചുകൊണ്ടിരിക്കാൻ, അനുയായികൾ അങ്ങനെ വിളിക്കാൻ. ഇവര് രാത്രി ഉറങ്ങാൻ കിടക്ക എങ്ങനെയാണെന്നറിയോ? നാളെ രാവിലെ ഒരു മുജാഹിദ് പ്രവർത്തകനെ എന്ത് ന്യായം പറഞ്ഞിട്ടാ വിളിക്കാന്ന് ചോദിച്ചിട്ടാണ് വിചാരിച്ച് അതാലോചിച്ചിട്ടാ കിടക്കുക. എന്തിന്? ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് പറയാൻ എന്താ പറയാ? റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുക. ഉസ്താദിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ ആളുകൾ നോക്കൂ. നിങ്ങൾ എന്തൊക്കെയാ ഇവർ ചോദിക്കുന്നത്? എന്തൊക്കെ ഈ ആളുകളുടെ വിശ്വാസം? എവിടത്തേക്കാ ഈ ആളുകൾ പോകുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് തൗഹീദ് പറയണം. ഒരു കാലത്ത് ലെറ്റർ ബോർഡും സീലും ഇല്ലാതെ ഇവിടെ തെണ്ടി നടക്കിയത് വിസ്റ്റംകാര്. അന്ന് AP ഭാഗത്തിലെ ഉഷാദ് ഹസനായിട്ടും എത്ര ആൾക്കാരായിട്ടും ഒരു ലെറ്റർ ബോർഡും ഇല്ല, സീലും ഇല്ല, സംഘടനയില്ല. എത്ര സംവാദം നടത്തി? ഇപ്പൊ ജമിയത്തുലമയുടെ കത്ത്. അപ്പം എന്താ ജമിയത്തുലമയുടെ കത്ത് ഒരിക്കലും അങ്ങനെ ഒരു പണ്ഡിത സഭക്ക്, അങ്ങനെ ഒരു പണ്ഡിത സഭ നേരിട്ട് വെല്ലുവിളിക്കല്ലാതെ എവിടെയെങ്കിലും അങ്ങാടി വെല്ലുവിളിച്ചിന് കൊടുക്കൂല. ISMന്റെ കത്ത് കൊടുത്തു സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട്, അത് സ്വീകരിച്ചില്ല. ജമിയത്തുലമയുടെ കത്ത് തന്നെ വേണം. അപ്പം എന്താ കിട്ടാത്തൊരു സാധനം ചോദിച്ചാൽ സംവാദം നടക്കൂല എന്ന് നമുക്കറിയാം. അതിനു വേണ്ടി ഉരുക്കളിച്ചാണ് അതുപോലെ കിടക്കണം. ആ വെല്ലുവിളി അത് ഏറ്റെടുക്കിങ്ങൾ. റസാഖ് സുലമി ഇഷ്ടപ്പെട്ട ആളാണ്. ഇനി രണ്ടാമത്തെ ഒരു വെല്ലുവിളി ഞാൻ കഴിഞ്ഞ മിനിയാന്ന് അയച്ചു. യൂട്യൂബിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. സാജിദ് തിരങ്ങാടി എന്ന ഞാൻ 2012 മുതൽ 2020 വരെ നിങ്ങളുടെ കൂടെ സജീവമായും പിന്നീട് 2024 വരെ ഭാഗികമായും സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. പ്രഭാഷണ രംഗത്തും മറുപടി പ്രസംഗത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിപ്പിച്ച ഈ റുഖ്യ ശറയുടെ മറവിലുള്ള ജിന്ന് ചികിത്സ, ജിന്ന് ബാധ ചികിത്സ, ജിന്നറക്കൽ ചികിത്സ, മർദ്ദനമുറകൾ, അനിസ്ലാമിക ചികിത്സാ രീതികൾ, ഇത് മുഴുവനും നിങ്ങളാണ് പഠിപ്പിച്ചത്. നിങ്ങളാണ് അതിൻ്റെ ഐഡിയോളജി ഉണ്ടാക്കിയത്. അതിനുവേണ്ടി റാഖിമാരെ സൃഷ്ടിച്ചത് നിങ്ങളാണ്. റാഖി ഗ്രൂപ്പ് ഉണ്ടാക്കിയത് നിങ്ങളാണ്. അതിനുവേണ്ട നോട്ട്സ് തന്നത് നിങ്ങളാണ്. അതിനുവേണ്ട കഥകളും അതുപോലെ തന്നെ കിസ്സകളും ഒക്കെ പറഞ്ഞത് നിങ്ങളാണ് എന്ന് വ്യക്തമായി ഞാൻ പറയുകയും, ഈ ചികിത്സ കൊണ്ട് കേരളത്തിലുണ്ടായ ഷിർക്കിൻ്റെ അപകടങ്ങളും ബിദാത്തിൻ്റെ അപകടങ്ങളും ഹറാമുകളുടെ അപകടങ്ങളും അതുപോലെ തന്നെ കുഫറിൻ്റെ അപകടങ്ങളും അനിസ്ലാമിക രീതികളും ഞാൻ വിശദീകരിച്ചു. രേഖാമൂലം ഞാൻ സംസാരിച്ചു, വീഡിയോസ് വിട്ടു, ശബ്ദരേഖ വിട്ടു. ബാലുശ്ശേരിയുടെ വീട്ടിൽ നടന്ന ചികിത്സ, ഹാരിസ് കാക്കയുടെ വീട്ടിൽ നടന്ന ചികിത്സ, കൂക്കുംവിളി ഉൾപ്പെടെ ഞാൻ കേൾപ്പിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. എൻ്റെ പേരിൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് ബാലുശ്ശേരി ഇറങ്ങി തിരിച്ചു. എന്ത് നിങ്ങൾ എന്നെ ജയിലിലടക്കാതിരുന്നത്? നിയമത്തിന് മുമ്പിലേക്ക് എന്നെ കൊണ്ടുവരാതിരുന്നത്? എൻ്റെ കുടുംബത്തിന് മാനം അപമാനപ്പെടുത്തിയവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് ബാലുശ്ശേരി വിട്ട വോയിസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ. ബാലുശ്ശേരിയാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വീട് പുത്തനത്താണി ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു ജിന്നുമ്മ വന്നതായിട്ടോ ആ വീട്ടിൽ ഇങ്ങനെ ഒരു സവിശേഷത ഉണ്ടായിട്ടോ ഞാനും എൻ്റെ കുടുംബവും അറിഞ്ഞിട്ടില്ല, ഇന്നുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ കേസ് കൊടുക്കാനാ പോകുന്നത്, ഞാൻ വീഡിയോ ചെയ്യാനല്ല പോകുന്നത്.
എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഈ പച്ച നുണ തൊപ്പിയും താടിയും വെച്ച് വിളമ്പിയവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നത്. എന്റെ മാനാഭിമാനത്തിന് വിലയിട്ടവനെതിരെ കേസ് കൊടുക്കാനാ പോകുന്നു. ഓൻ വരട്ടെ. പക്ഷെ ഇത് പരസ്യമായിട്ട് ചെയ്ത കേസാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ കേസ് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാം, അന്നത്തെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം. എല്ലാവരും അന്ന് അത് സന്തോഷത്തോട് ഏറ്റെടുത്തതാണ്. കാരണം ബാലുശ്ശേരി വീട്ടിൽ പോയി റുക്കി ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഒരു പേരുണ്ടായിരുന്നു നമുക്ക്. അത് മാത്രല്ല, എന്നിട്ട് ഞാനിപ്പോ അത് അവനെ ബോധ്യപ്പെടുത്തിയപ്പോ അവൻ കാക്കച്ചി അതൊക്കെ അത് ഭയങ്കര ഒരു ഫീലായിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് അയാളെ എനിക്ക് വേണ്ടി അവരോട് പോയി സംസാരിച്ചതൊക്കെ ഞാൻ അറിഞ്ഞപ്പോ ഉണ്ടല്ലോ ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഒരു പണ്ഡിതനല്ലേ നമുക്ക് വേണ്ടി സംസാരിച്ചു, അത് സത്യമാണെന്ന് അയാൾ പറഞ്ഞു അന്ന്. എന്താ വനിതയുടെ വോയിസ് ഇടാത്ത? ആ വനിത സംസാരിക്കുന്ന വോയിസ് എനിക്ക് ഇങ്ങോട്ട് ഇട്ടുണ്ടാ? ഞാൻ പിന്നീട് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട അവസ്ഥ അവിടെ വന്നത്. നിങ്ങളോട് ബാലുശ്ശേരി നേരിട്ട് സംസാരിച്ചു? എന്നോട് ഫോണിലൂടെ സംസാരിച്ചു, ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് 14 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ വീടിന് സീറുള്ള വിഷയങ്ങളൊക്കെ ഞാനവിടെ പറഞ്ഞു കൊടുത്തു. നമുക്ക് എത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്നോട് പ്രത്യേകിച്ച് എഴുതി വിട്ടായിരുന്നു, ടൈപ്പും ചെയ്ത് വോയിസും വിട്ടായിരുന്നു. അപ്പൊ ഒരിക്കലും സാജിദ് ചങ്ങാടി വോയിസ് കൊടുക്കരുത്, കാരണം ഒന്നും വിട്ടു പറയരുത്. അപ്പൊ ഞാൻ വിളിച്ച് സംസാരിക്കട്ടെ ബാലുശ്ശേരിനെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞ ആള് പറഞ്ഞു ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ എന്റെ ഭർത്താവിനെ കേൾപ്പിച്ചായിരുന്നു, അതുകൊണ്ടാണ് ആൾ ഇത്ര ധൈര്യത്തിൽ നിൽക്കുന്നത്. എല്ലാ ബാലുശ്ശേരിക്ക് ഇവരെ അറിയിച്ചപ്പോ ബാലുശ്ശേരി പറഞ്ഞു എന്റെ ഓർമ്മക്കുറവുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ സംഭവിച്ചല്ല, വേറെ ഒന്നും അവരോട് വിചാരിക്കുന്നു. വെല്ലുവിളിച്ചപ്പോ ഇതാണോ നിങ്ങൾ പഠിപ്പിച്ച തൗഹീദ് നിർഭയത്വം? നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ അർഹത ഉണ്ടോ? അതുകൊണ്ട് മന്ത്രിമാരുടെ മുമ്പിൽ നിങ്ങൾ ഈ പെറ്റീഷൻ കൊടുക്കുക, എന്നിട്ട് ഈ വെല്ലുവിളികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാ ആളുകളും ചോദിക്കണം അവരോട്. എന്താ സാഹചര്യങ്ങൾ പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞല്ലോ, എന്തെങ്കിലും മിണ്ടാത്തത്? ആരും മിണ്ടാത്തത്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരൊന്നും മിണ്ടാത്തെന്താ? ബാലുശ്ശേരിയൊക്കെ വായ പൊത്തി എന്തിനാ? ബാലുശ്ശേരി കേസേറ്റ് രംഗത്തിറങ്ങാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തടയിട്ടത്? എന്തിനാ നിങ്ങൾ ആ ആശ്ര വിപത്ത എന്ന ഫാമിലിക്ക് ഫോൺ വിളിച്ചിട്ട് നിങ്ങളെ ഒരുപാട് പൈസ ഒന്ന് സഹായിച്ചതല്ലേ, നിങ്ങളെ പ്രശ്നങ്ങളിലൊക്കെ പരിഹരിച്ച ഇടപെട്ടവരല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അത്രയും സഹായം തന്നതല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ സെന്റിമെന്റ്സ് ഇറക്കി എന്തിനാ? ഭീഷണിപ്പെടുത്തി എന്തിനാ? തിരുത്തി എനിക്കെതിരെ വോയിസ് ഇറക്കാൻ പറഞ്ഞ എന്തിനാ? അപ്പം ഉള്ളിലൂടെ എല്ലാ കളികൾ നടത്തി നോക്കുന്നുണ്ട് രക്ഷപ്പെടാനുള്ളത്. പക്ഷെ നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ബോധ്യപ്പെട്ടു, സമൂഹം തിരിച്ചറിഞ്ഞു, അതിൻ്റെ രേഖകൾ സമൂഹത്തിൽ തിളങ്ങി നിൽക്കുകയാണ്. ഇത് എത്ര നിങ്ങൾ മായ്ക്കാൻ ശ്രമിച്ചാൽ ഇത് ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തൗബ ചെയ്ത് മാപ്പ് പറഞ്ഞ് ആ വ്യതിയാനം തിരുത്തിയാലോ അൽഹംദുലില്ലാ. പിന്നെ ആര് തെറ്റ് പ്രചരിപ്പിച്ചാലും കുഴപ്പമില്ല, പിന്നെ പ്രചരിപ്പിക്കൂല. ഇപ്പോൾ ഇസ്ലാം മാസികയിലെ ഉദ്ധരണി ഷിർക്കാണ് എന്ന് വ്യക്തമായി പറയുന്ന അനസ് മൗലവിയും അതുപോലെ കായക്കൊടിയും അടങ്ങുന്ന വിഭാഗം സമസ്തയുമായി സമ്പാദ്യം എന്നാൽ എവിടെയെങ്കിലും ചോദിക്കുമോ? എന്നാൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ, അയ്യോ മാതൃ കാതറായ ജിന്നോട്, ആ ജിന്നിനോട് സഹായം തേടിയാൽ അത് ഷിർക്കല്ല എന്ന വാദം നിങ്ങൾക്ക് അല്ലാന്ന് പറയാൻ പറ്റും. ഷിർക്കാണ് ധൈര്യസമേതം പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരൊറ്റൊന്നും മിണ്ടിയോ? ഭൗതികമായ നിലക്ക് സഹായം ചോദിച്ചാൽ ജീവിച്ചിരിക്കുന്നവരോടാണെങ്കിലും ശിർക്ക, ജിന്നിനോട് ചോദിച്ചാലും ശിർക്ക, അത് മലക്കിനോട് ചോദിച്ചാലും ശിർക്ക. ഇങ്ങനെയായിരുന്നു ഇതുവരെ നിങ്ങൾ പറഞ്ഞത്. കാരണം ജിന്ന് അദൃശ്യമാണ്, ജിന്ന് അഭൗതികമാണ്, അതുകൊണ്ട് ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാണെന്ന് നിങ്ങൾ ഇതുവരെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താമരശ്ശേരി ചുരത്തിന്റെ 6ാമത്തെ വളവെന്ന് പിന്നെ ബസിന്റെ ബ്രേക്ക് പൊട്ടി അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് ഇതുവരെ കുഞ്ഞീത് മദനി പറഞ്ഞത്. പാവം കുഞ്ഞീത് മദനി മരിച്ചു പോയപ്പോ നിങ്ങൾ വാദം മാറ്റി. നിങ്ങൾ പറഞ്ഞു 6ാമത്തെ വളവെന്ന് ബസിന്റെ ബ്രേക്ക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോ സൃഷ്ടികളുടെ കയ്യിന്റെ അപ്പുറത്തുള്ളതാണ് ചോദിക്കുന്നത് ശിർക്കാവുള്ളൂ. അപ്പൊ ജിന്നുകളുടെ കയ്യിൽ പെട്ടത് ചോദിച്ചാലോ പ്രശ്നമല്ല. എന്നിടത്ത് നിങ്ങൾ എത്തിയത് കൊണ്ടാണ് അനീഫ കായക്കൊടി ഇല്ലാത്ത ഒരു സംവാദ വ്യവസ്ഥയോടെ എഴുതേണ്ടി വന്നത്. നിങ്ങളെയും അവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്താണ്? അദൃശ്യം എന്നതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അതിന് ജിന്ന് പെടുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൗഹീദ് പൊളിയുമെന്ന്. നിങ്ങൾക്ക് ധൈര്യം എഴുതി മുജാഹിദികൾ തൗഹീദൊന്നും പഠിക്കട്ടെ, എന്നിട്ട് നമ്മളെ തൗഹീദിലേക്ക് വരാം. പിന്നെ അത് ശിർക്കാണെന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം അത് ശിർക്കല്ല, യാ ഇബാദല്ലാഹ് എന്ന് ശിർക്കല്ല എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും മുഖ്യമായ കാരണം, ഇപ്പോഴും ബാലുശ്ശേരിയൊക്കെ തൊള്ളകീറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഇമാമിങ്ങൾ ചെയ്തു ശിർക്ക് ചെയ്തു എന്ന് വരും. ആ യാ ഇബാദല്ലാഹ് എന്ന് ശിർക്കാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇമാമിങ്ങൾ ചെയ്തത് ശിർക്കാണെന്ന് പറയാൻ നമ്മളെ കിട്ടുകയില്ല എന്നാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. 2012 ഒരു തൗഹീദ്, 2013 വേറെ തൗഹീദ്. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ, എന്താ നിങ്ങൾ എഴുതാത്തതാ വാദം? നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ ഗണ്ണിച്ചു, എന്തേ ഞങ്ങളെ വാദത്തിന് നിങ്ങൾ ഗണ്ണിക്കാത്തത്? നിങ്ങള് ഒരു വൺ വേണത്
ഇത് ഞങ്ങൾക്കൊരു വാദം ഇങ്ങൾക്കൊരു വാദം രണ്ടും അംഗീകരിക്കുമ്പോഴല്ലേ ഇത് വാദപ്രതിവാദമാകുക. നിങ്ങൾ പറഞ്ഞു യാ ഇബാദതയിൽ മഹാന്മാര് പെടൂല, ഞങ്ങൾ എഴുതിപ്പെടും. ഇതേപോലെ യാ ഇബാദതയിൽ ശിർക്കില്ലെന്ന് പറഞ്ഞതോടെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു. എഴുതാൻ തന്റെ ഇടമുള്ള സക്കരിയാക്കളുണ്ടോ? ഉണ്ടെങ്കിൽ എഴുത്. ആൺകുട്ടികളാണെങ്കിൽ എഴുത്. ഇല്ലെങ്കിൽ നാളെ മുജാഹിദ് കേരളം നിങ്ങളെ കൈകാര്യം ചെയ്യും. നിങ്ങളോടാ ചോദിച്ചത്. സക്കരിയ ഇതാ 2 പുസ്തകവും ഞങ്ങൾ എടുത്തു. അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ പുസ്തകം എടുത്തു, അൽമനാർ. അതുപോലെ തന്നെ നിങ്ങളെ ഇസ്ലാഹും എടുത്തു. ഇത് രണ്ടും പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. പിന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു, മൗലവി ലാ തസ്കുവന്ന ലി അഹദിൻ മിൻ ഖൽഖി. അഹദ് പറഞ്ഞാൽ ജിന്നു വിടോ, മലക്ക് പെടോ, മനുഷ്യൻ പെടോ? പറയണം നിങ്ങൾ സമൂഹത്തോട്. ജിന്നു പെടുമോ, മലക്ക് പെടുമോ? നിങ്ങൾക്ക് മുഖാമുഖം സമ്പാദ്യം നടത്താൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് ഈ തൗഹീദാകുന്ന മഹത്തായ ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ പുരയിലേക്ക് തൂങ്ങി നിൽക്കുന്ന ഷിർക്കിൻ്റെ കൊമ്പ് മുറിച്ചു മാറ്റാൻ പറഞ്ഞ വന്ധ്യവയോധികരായ പണ്ഡിതന്മാരുടെ തീരുമാനങ്ങളെ എതിർത്തുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയതിൻ്റെ കുരുത്തക്കേടാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാനക്കേടിൽ നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ എത്ര മുഖം കൊണ്ട് ഒരു എന്താ പറയുക ടവല് പൊത്തേണ്ടതിന് പകരം ഉസ്താദിന് മുമ്പിൽ അവറത്ത് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പർദ്ദ കയറ്റി അവറത്ത് മറച്ച പെണ്ണിൻ്റെ അവസ്ഥ പോലെയാണ് നിങ്ങളുടെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു മടങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ കേട്ടോ. ഒരു ദിവസമല്ല, ഫുൾ ടൈം 24 മണിക്കൂർ കഴിഞ്ഞ 5 മാസം 3 ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരല്പം ആശ്വാസം ആ വേദനയിൽ ഉണ്ടായത്. ഞാൻ എന്തു മനസ്സിലാക്കണം? അധികം ഡയലോഗ് അടിക്കേണ്ട, ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ? നല്ലോണം ഓർത്തോളുണ്ടോ? ജി ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണം. നമുക്ക് നല്ലതല്ല. ജി ആരെയാ ചെടുക്കേ, ആരെയാ ജി ഭീഷണിപ്പെടുത്തുന്നത്? ടി.കെ. അഷ്റഫ് പ്രസംഗിക്കൂല, ബാക്കിയുള്ള ഇങ്ങോട്ട് പ്രസംഗിക്കൂല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദി ഉണ്ടാകുക ഇനിയാണ്. കാരണം നീ എന്ന ഇബിലീസിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങൾക്ക് കുറച്ച് വേദി ആവശ്യമുണ്ട്. എരന്ന് വാങ്ങുകയാണ് നീ, എല്ലാം എരന്ന് വാങ്ങുകയാണ്. ആ എരന്ന് വാങ്ങല് നീ എരന്ന് വാങ്ങിക്കോ. അധികം ഡയലോഗ് അടിക്കണ്ട, ഒന്ന് വേഗതയിൽ നടക്കാൻ പോലും ശേഷിയില്ല എന്നുള്ള ഓർത്തോളുണ്ടോ? നല്ലോണം ഓർത്തോളുണ്ടോ? ജി ഞങ്ങളെ വല്ലാണ്ട് പ്രകോപിതനാക്കണം. നമുക്ക് നല്ലതല്ല. വല്ലാത്തൊരു തൊലിക്കട്ടി എന്നാ മോനെ. എന്നാലും ഇസ്ലാമിന്റെ പേരിൽ റബ്ബിനെ എത്ര മേലെ ധിക്കരിക്കുന്ന ഒരു ധിക്കാരി ഭൂമുഖത്ത് വേറെ ഉണ്ടാവുമോ? വല്ലാത്തൊരു ജാഹിലി എന്ന മോനെ. 1 കോടി കണ്ടാമർക്ക് ഒന്നിച്ചെന്നാലും അവരത് തൊലി സോഫ്റ്റ് ആയിരിക്കും നിന്റെ മുമ്പിൽ. വല്ലാത്തൊരു ജന്മം തന്നെ. കുട്ടിയെ, നിനക്ക് പ്രാന്താ. ഊളംപാറയിൽ പോലും നിന്നെ കൊണ്ടുപോയി ചികിത്സിക്കാൻ കഴിയില്ല. ഇപ്പൊ നീ ദീൻ ഉൾക്കൊള്ളു. ഇപ്പൊ നീ ഹിദായത്തിലല്ല, പൂർണ്ണ ദലാലത്തിലാണ്. ഒരു 75% ദലാലത്തിലായിരുന്നു നീ. ഇപ്പൊ സമ്പൂർണായി ദലാലത്തിലാണ്, ലാലിമാണ് നീ. അതിന്റെ മുഴുവൻ പാപഭാരവും 12 കൊല്ലം ചെയ്തു കൂട്ടിയ പാപഭാരം കേട്ടോ. തുളുമ്പണ്ട, നല്ലതല്ല. മുജാഹിദ് കേരളം ചോദ്യം ചോദിക്കണം അവരോട്. വിശദംകാരെ നിങ്ങൾ എനിക്ക് നേരെ തിരിയല്ല, നിങ്ങൾ ഇവരോട് വളരെ നല്ല രൂപത്തിൽ ചോദ്യം ചോദിക്കുക. എന്താ ചോദ്യം? ബഹുമന്ത്രി തന്നെ വേദിയിൽ ഉണ്ടായിരിക്കുമല്ലോ, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ കിട്ടിയ നല്ല അവസരം തയ്യാറുണ്ടോ ബാലുശ്ശേരി? താങ്കൾ സത്യസന്ധനാണെങ്കിൽ PN-നോടും ടി.കെ. അഷ്റഫിനോടും മുജാഹിദ് മൗലവി ബാലുശ്ശേരിയോടും അതുപോലെ ഹുസൈൻ സൽഫിയോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്. ശിവൻകുട്ടി മന്ത്രിയോടുണ്ടല്ലോ, അല്ല, നല്ല പക്വതയും നല്ല രൂപത്തിൽ ദീർഘവിശദം സംസാരിക്കുന്ന മുരളി സാറൊക്കെ ഉണ്ടല്ലോ. അവരുടെ മുമ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇതൊന്ന് സമർപ്പിക്കുക. ഇതാ സാഹിത്യരങ്ങാടി എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെയുള്ള പ്രഭാഷകൻ ഇപ്പം ഞങ്ങളൊക്കെ കുടുംബത്തെയും ഞങ്ങളുടെയൊക്കെ അഭിമാനത്തെയും സമൂഹത്തിൽ വല്ലാതെ മോശമാക്കുന്നുണ്ട്. കുറേ കാലമായി ഈ ഫിത്ന തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഒന്ന് അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയ ആൾ എന്ന നിലക്ക് നിങ്ങളൊരു പെറ്റീഷൻ കൊടുക്കി. മന്ത്രി വരുന്നുണ്ട്, നേരിട്ട് വരുമ്പോൾ നേരിട്ട് കൊടുക്കാമല്ലോ. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് കൊടുക്കാൻ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയല്ല, വിനയത്തോട് ചോദിക്കുകയാണ്. ഒന്ന് നിങ്ങൾ കൊടുക്കി. അദ്ദേഹം തയ്യാറായി. എന്തേ PN വായ പൊത്തിയത്? ഇവർക്കറിയാം കേരളത്തിലൊരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിങ്ങളുടെ സ്റ്റേറ്റ്, ജില്ലാ, മണ്ഡലം ഭാരവാഹികൾക്കും ഖത്തീബുമാർക്കും പ്രഭാഷകന്മാർക്കും നിങ്ങളുടെ കുടുംബത്തിൽ തൗഹീദുള്ള നല്ല ബോധവന്മാരായ ആളുകൾക്കൊക്കെ ഞാനടങ്ങുന്ന 10-12 ആൾക്കാർ ജിന്ന് ചികിത്സ നടത്താൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ വണ്ടി വാടകയും പൈസയും തന്നിട്ടുണ്ട്. ആ ചികിത്സ മുഴുവനും സുന്നത്തിനെതിരായ രീതിയായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ സംസാരിച്ചു, തൗബ ചെയ്ത് മടങ്ങി. അപ്പോഴാണ് നിങ്ങൾ എന്നെ കേരള മന്ത്രവാദി, ആദ്യം തന്നെ 5-6 കൊല്ലം ഞങ്ങൾ പുറത്താക്കിയിട്ട് ഞങ്ങൾക്ക് പോലെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ഒരു രഹസ്യം പുറത്തു വിട്ടു. ഈ ഇരിക്കുന്ന പള്ളി, ഞാനീ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പള്ളി, ഇത് വേണമെങ്കിൽ ഞാൻ ഒന്നിങ്ങനെ കേൾപ്പിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ
ഈ പള്ളി വരെ എന്താണ് ഞാൻ ഈ കാണിച്ചെന്ന ഈ റൂം ജിന്ന് ചികിത്സ നടത്തിയിരുന്ന റൂമാണ്. ഇതിന് ഫണ്ട് തന്നത് ആരാ സഹോദരങ്ങളെ? മുജാഹിദ് ബാലുശ്ശേരി. ആർക്ക് പള്ളി എടുക്കാൻ കൊടുക്കുന്ന ഫണ്ടാണത്? വിസ്റ്റത്തിന്. അപ്പോൾ വിസ്റ്റത്തിന് അനുവദിച്ച ഫണ്ട് മുജാഹിദ് ബാലുശ്ശേരി എനിക്ക് തരാം. എപ്പോൾ? മന്ത്രവാദിയാണ്, ഇത് പ്രൊഫഷണലായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ കരിയേപ്പില പോലെ പുറത്താക്കിയ വ്യക്തിയാണെന്ന് പറഞ്ഞ മനുഷ്യന്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മോലിയാർ, ഒരു മൗലവി വ്യഭിചരിക്കുക, കള്ളു കുടിക്കുക, കടുത്ത അറാമ് ചെയ്യേ ഒക്കെ ചെയ്തിട്ട് അയാളെ പിടിച്ചു മാനം കെടുത്തി പുറത്താക്കിയാൽ പിന്നെ ആ മനുഷ്യർക്ക് ഒരു കള്ള് ഷാപ്പ് ഉണ്ടാക്കണം, ഒരു വേശ്യാല ഉണ്ടാക്കണം എന്നാൽ നിങ്ങൾ പൈസ കൊടുക്കുമോ? കൊടുക്കാൻ പാടുണ്ടോ? അതിനേക്കാൾ അപ്പുറമല്ലേ ഷിർക്ക്. ഞാൻ കശ്ഫ് ചികിത്സ നടത്തുന്നതാണ് പറഞ്ഞത്. കശ്ഫ് ചികിത്സ നടത്തുന്നത് നിങ്ങൾ പഠിപ്പിച്ചതാണ്. റഹ്മാനിയ കശ്ഫും ഷൈത്താനിയ കശ്ഫും ഫൈസൽ മുസ്ലിയാണ് ഞങ്ങൾ പഠിപ്പിച്ച്. അതിന് വീഡിയോ വരെ എൻ്റെ കയ്യിലുണ്ട്. നിഷേധിച്ചാൽ ഞാൻ തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അതിനുള്ളിലുള്ള കാലത്ത് ചെയ്താലേ ഞാൻ പുറത്തൊന്നും ചെയ്തിട്ടില്ല, ഒന്നും പുതിയതായിട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ മറ പിടിക്കാൻ എനിക്ക് നേർക്ക് നേരെ മറുപടി പറയാൻ കഴിയാതെ വന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ നേരെ മന്ത്രവാദിയാണെന്ന് പറഞ്ഞ് പുറത്താക്കി. അപ്പോൾ നിങ്ങൾ ഓർത്തില്ല, നിങ്ങൾ ബാലുശ്ശേരി വഴി രഹസ്യമായി ജിന്ന് ചികിത്സയ്ക്ക് വേണ്ടി എന്നെ പുറത്താക്കിയതിന് ശേഷം പള്ളി എടുത്തുന്നു. ഈ പള്ളിയിൽ 3 വർഷം ഇവിടെ നടന്നു ചികിത്സ. നിങ്ങളുടെ നേതാക്കന്മാരുടെ അറിവോടുകൂടി നിങ്ങളുടെ ബന്ധുക്കളും പല ഖത്തീമാരും അറിവുള്ള ഇവിടെ വന്നു. ഈ പുറത്താക്കിയതിന് ശേഷം തന്നെ KNM പള്ളിയിൽ മാത്രമല്ല, മമ്പാട് പിന്നെ നിലമ്പൂരിന് ഇടയിലുള്ള വടപുറം എന്ന് പറയുന്ന വിസ്റ്റത്തിൻ്റെ പള്ളിയിൽ ഞാൻ ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത്രവാദിയെ കൊണ്ട് നിങ്ങൾ ഖുത്ബ പറയിപ്പിച്ചില്ലേ? الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في صفاته واحد في ذاته واحد في أسماعه واحد في أفعاله ليس كمثله شيئا وهو السميع العليم واحد في صفاته واحد في ذاته. നിങ്ങളുടെ പണ്ഡിതന്മാരായ പ്രഭാഷകന്മാരായ മുനീർ നജാത്തി, മുനീർ ഷറഫി, അതേപോലെ തന്നെയുള്ള ആളുകളൊക്കെ അവരെ സെൻ്ററുകളിലേക്കും പള്ളികളിലേക്കും വീടുകളിലേക്കും ചികിത്സ കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ എന്നെ മാറ്റിയെടുത്തതിന് ശേഷമാണ്. അപ്പോൾ എന്നെ പ്രഭാഷണത്തിന് വിളിക്കരുത്, സാഹിത്യരങ്ങാടി എന്നെ ഖുതുബക്ക് എവിടെയും പങ്കെടുപ്പിക്കരുത്. അദ്ദേഹത്തിന് ചികിത്സയിൽ കശ്ഫ് എന്ന് പറയുന്നൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹം പ്രൊഫഷണലാക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അതേ നിങ്ങൾ എന്തിനു പിന്നെ എൻ്റെ അടുത്തേക്ക് ആളെ വിട്ടു? എന്തിനു നിങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക മുടക്കി എനിക്ക് പള്ളി എടുത്തു? ഞാൻ പറഞ്ഞെന്തിനാ? നിങ്ങൾ വന്ന് അന്വേഷിക്കുക, നിയമത്തിന് മുമ്പിൽ നിങ്ങൾ കൊണ്ടുവരി, എന്നിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. സൈബർ സെല്ലൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. ഈ DNA ടെസ്റ്റും ഈ രൂപത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് കേസുകൾ തെളിയിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം പുറത്തു വരും, നിങ്ങൾക്കറിയാം. അപ്പോൾ റാഖി ഗ്രൂപ്പും ആശാബീവിത്തെ ബാലുശ്ശേരിയുടെ വീട്ടിൽ വന്നിട്ട് കട്ടിലടിയിൽ സിഹറുണ്ടെന്ന് കശ്ഫിലൂടെ പറഞ്ഞതും അത് ബാലുശ്ശേരി വിശ്വസിച്ചതും അവിടെ ചോര തുപ്പിയ കേസും ചരണിയിൽ മരണപ്പെട്ട കേസും ഒക്കെ പുറത്തു വരും. ഇതിപ്പോ ഏതാണോ ഹയർ, അതായത് ഹക്കും ബാത്തിലും തിരിച്ചറിയാൻ ഏതാണോ ഹയറായ മാർഗം ആ വഴി സ്വീകരിക്കുക. അപ്പൊ എനിക്കതിൽ എതിർപ്പൊന്നുമില്ല. പിന്നെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാല് ഞങ്ങളെ വിളിച്ചത് ഹാരിസ് കായ്ക്കൊടിയാണ്, ഇത്താനെ വിളിക്കുന്നത് ഹാരിസ് കായ്ക്കൊടിയാണ്. അപ്പൊ അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ ഇവരാരും ഒന്നും അന്ന് നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങളവിടെ രാത്രിയിൽ ഇവിടുന്ന് ബസ്സിലാണ് പോകുന്നത്. അന്ന് നമുക്ക് വണ്ടിയൊന്നുമില്ല. ഞങ്ങൾ ബസ്സിൽ ഇവിടുന്ന് പോയി. ഞങ്ങൾ കോഴിക്കോട് ബസ്സിനാണ് കയറിയത്. എവിടുന്ന്? തൃശ്ശൂർ വരെ ഞങ്ങള് തൃശ്ശൂർ ബസ്സിന് വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് ഞങ്ങള് കോഴിക്കോട് ബസ്സിൽ കയറിയിട്ട് പുത്തനത്താഴ് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ഉറങ്ങിപ്പോയി. അപ്പൊ കണ്ടക്ടറോട് ഞങ്ങൾ പറഞ്ഞിരുന്നു സ്ഥലം ഞങ്ങൾക്ക് അറിയില്ല, എത്തുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടക്ടർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോട് പോയി ഇറങ്ങി. അവിടെ ചെന്നിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വേറൊരു ബസ്സിൽ, തൃശ്ശൂർ ബസ്സിൽ അവിടുന്ന് കയറി തിരിച്ച്. അപ്പൊ ഞങ്ങൾ ഉറങ്ങാതിരുന്നു. ഞങ്ങൾ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്താ പറയാ പുത്തനത്താഴി ഇറങ്ങാൻ പറ്റാതെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടുന്ന് കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർ ബസ്സിൽ കയറിയിട്ട് ഉറങ്ങാതിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പുത്തനത്താഴി എത്തുമ്പോൾ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പുത്തനത്താഴി എത്തുമ്പോൾ ഇയാൾ ഞങ്ങളോട് പറഞ്ഞു, കണ്ടക്ടർ പറഞ്ഞു ഞങ്ങളവിടെ ഇറങ്ങി. എന്നിട്ട് ഞങ്ങള് അവിടെ ഒരു രാത്രിയല്ലേ, ആൾക്കാരും ബഹളൊന്നും 1-2 ഓട്ടോകളൊക്കെ അവിടെ കിടപ്പുണ്ട്. എന്നാ പുത്തനത്താഴി ഇത്രയും ഡെവലപ്പ് ഒന്നും ആയിട്ടില്ല, ഇപ്പൊ കാണുന്ന പോലെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ചെറിയൊരു വഴിയൊക്കെയാ. അപ്പൊ ഞങ്ങളവിടെ ഒരു കടത്തിണ്ണയിൽ ഇങ്ങനെ കയറിയിരുന്നു. അപ്പൊ ഇവര് ഒരാള് ബൈക്കും, അപ്പം വന്നു കഴിഞ്ഞപ്പോ സ്ഥലം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ബൈക്ക് ഈ ഫോൺ വിളിച്ചപ്പോ ഇവര് വീട്ടിലോട്ട് പോകാനുള്ള വഴി. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അവിടെ ഇരുന്നു. അപ്പൊ ഇവരൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തന്നു. ഒരാൾ ബൈക്കിൽ വന്നു. അങ്ങനെ അയാൾ ഫ്രണ്ടിൽ പോയി, ഞങ്ങൾ പുറകിൽ പോയി. അങ്ങനെ വീട്ടിൽ ചെന്നു. ചെന്ന വഴിയെ രോഗിനെ സന്ദർശിച്ച് അന്ന് ഞങ്ങൾ റുക്കിയൊന്നും ചെയ്തില്ല. പിന്നെ പിറ്റേ ദിവസമാണ്, സുബഹിക്ക് ശേഷമാണ് നമ്മൾ റുക്കിയ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു. വൈകുന്നേരവും രാവിലെ ചെയ്തു, പിന്നെ ഉച്ചയ്ക്ക് ചെയ്തു. വൈകുന്നേരം ചെയ്തപ്പോഴാണ് ഈ പ്രയാസം, അങ്ങനെ സിഹർ ശബ്ദിപ്പിക്കാനുള്ള തീരുമാനമായത്.
അങ്ങനെ ഞങ്ങൾ ഈ പൊടി കൊടുത്ത് ഛർദിപ്പിച്ച് നല്ലപോലെ ഛർദിച്ച് വന്നപ്പോഴാണ് ഈ കുട്ടിക്ക് ബ്ലഡ് വന്നത്. മൂക്കിക്കളയും വായിക്കളയും ബ്ലഡ് വന്നു. അങ്ങനെ അത് എല്ലാവർക്കും ഒരു ഭയമായി. അപ്പോ തന്നെ റുക്കിയ ഞങ്ങൾ നിർത്തി, ഈ ചികിത്സ നിർത്തിയപ്പോൾ അവർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞങ്ങൾ പോയില്ല. അപ്പൊ അങ്ങനെ ആശുപത്രിയിൽ പോയപ്പം അവർ തന്നെ പറഞ്ഞു, എന്നാ ഇപ്പൊ ഇത്ര ഇതായില്ല, എന്നാ നിങ്ങൾ തിരിച്ചു പോയിക്കോ, ഞങ്ങൾ പിന്നെ ഇത് ഈ അസുഖമൊക്കെ മാറിയിട്ട് പിന്നീട് ഒരു ദിവസം വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അവരുടെ നമ്പറൊക്കെ ഞങ്ങളിലുണ്ട്, ആ നമ്പറൊക്കെ തന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവരെ കുട്ടിയുടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വിളിച്ചപ്പോഴാണ് ബാലുശ്ശേരി അവിടെ ചെന്നിരുന്നു എന്നും ആശ്വസിപ്പിച്ചിരുന്നു എന്നും ഒക്കെ പറഞ്ഞു ആ വീട്ടുകാരാട്ടോ പറഞ്ഞത്. ബാലുശ്ശേരി എന്നായിരുന്നു. ബാലുശ്ശേരി ഞങ്ങൾ നേരിട്ട് അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഒരു പറ്റ നിഷേധിക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് തെളിവുകൾ നമ്മൾ സാക്ഷികളാണ്. കാരണം ഒരുപാട് പേരുടെ വിഷ്ടംകാരുടെ വീട്ടിലെ മെയിൻ ആൾക്കാരുടെ എല്ലാം മിക്ക ആൾക്കാരുടെ വീടുകളിൽ പോയിട്ട് നമ്മൾ റുക്കിയ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ചികിത്സിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചികിത്സിച്ചിട്ടുണ്ട്. കുറ്റ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമാക്കണ്ടെന്നാണ് മാക്സിമം എങ്ങനെയും പറഞ്ഞതെന്ന് സോൾവ് ആക്കലാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എന്റെ താല്പര്യം അതാണ്. അതല്ല ഇവര് പറ്റ നിശ്ചയിച്ചൊരു പ്രശ്നമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാക്ഷികളാണ്. കാരണം ചെയ്ത കാര്യങ്ങൾ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ജനങ്ങളെ ഹക്കും ബാത്തിലും പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ചെയ്തു പോയ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ ഒരു കാര്യം ചെയ്തിട്ട് അത് ചെയ്തില്ല എന്ന് പറ്റ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സാക്ഷികളാണ്. അതിലൊക്കെ നിങ്ങൾക്കുള്ള ഇൻവോൾവ് എത്ര എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളുടെ പ്രഗത്ഭന്മാരായ ഫാമിലികൾ തന്നെ ഇവിടെ ഇരുന്ന് ചികിത്സിക്കുന്ന വീഡിയോസ് വരെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ പുറത്തു വിടാത്ത? ഹറമിനെ പോലെ, മുഹറം മാസത്തെ പോലെ, ഹജ്ജിനെ പോലെ പവിത്രമാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനവും രക്തവും. ഞാൻ ഒരിക്കലും അത് പുറത്തു വിടില്ല. പക്ഷെ നിങ്ങളുടെ പേരുകൾ ഞാൻ പറയും. കാരണം എന്താ, ആ നിഗൂഢത ജനസമൂഹം അറിയണം. 100 കൊല്ലത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഒരിക്കൽ പോലും ഈ രൂപത്തിൽ ചികിത്സാരിയെ തേടി നടക്കുന്ന ഒരു സിസ്റ്റം ആരും പഠിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും പലവരുടെയും പേര് പലരും വസീത്ത് ചെയ്ത് പോയേക്കോ, കാരണം പേടിയായിട്ട്. ഒരിക്കലും എന്റെ പേര് പറയരുത്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നാണക്കേടാണ്. ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളായ നമ്മുടെ അടുത്ത് നിങ്ങളുടെ അടുത്തൊക്കെ എത്ര കേസുകൾ അവർ കൊണ്ടുവന്നു? എത്ര കേസുകൾ അവർ കൊണ്ടുവന്നു രഹസ്യമായിട്ടും പരസ്യമായിട്ടും നമ്മുടെ പുളിക്കല വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുളിക്കല PN അബ്ദുൽ ലത്തീഫ് മദനിയല്ലേ നേതാവ്? അവരായിട്ടൊന്നും ബന്ധമില്ലല്ലോ. അവരായിട്ട് അവരുടെ അണികളായിട്ട് ബന്ധമുണ്ട്, അയാളായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. സക്കറിയ സ്വലാഹി AP അബ്ദുൽ ഖാദർ മേലോട് ചോദിച്ച ചോദ്യം ഇന്നും വീഡിയോയിലുണ്ട്. എന്താ ഈ രൂപത്തിൽ സീറും ജിന്നും ബാധിച്ച ഈ കുട്ടിനെ ഞാൻ എവിടേക്കാ വിടുക സർ? ഏത് പണിക്കെടുത്ത ജോലിസെൻ്റെ എടുക്കാൻ വിടുക? AP അബ്ദുൽ ഖാദർ പോലും അതിന് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കളിയാക്കുക ചെയ്ത്. എങ്ങനെ മറുപടി പറ? അന്തം വിട്ടുപോലെ. ഇത്രയും കാലം എവിടേക്ക് നമ്മൾ വിട്ടിരുന്നത്? അന്നുമില്ല ജിന്നും ഷെയ്ത്താനും സീറും കൂടുതൽ ഇറങ്ങലൊക്കെ. ഈ തിരൂരങ്ങാടി യത്തീംഖാന ഉണ്ടാക്കിയ എന്തിനാ കേമോലി സഹോദരങ്ങളെ? കോളറ പിശാചിക രോഗം എന്ന് സമൂഹം പറഞ്ഞു നടക്കുന്ന തലമത്തൊട്ടി അതുണ്ടായിട്ട് എത്രയോ രക്ഷിതാക്കൾ മരിച്ചു, ഉമ്മമാർ മരിച്ചു. അമ്മിഞ്ഞപ്പാൽ നുകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ട ഉമ്മയുടെ മാറിൽ നിന്ന് പിഞ്ചുമക്കളെ താങ്ങിയെടുത്ത് കേമോലി റഹ്മത്തുള്ളയും MK ഹാജി സാഹിബ് ഇത്തിഖാനുണ്ടാക്കി. ആ കേമോലിയുടെ പുസ്തകം യുവത പ്രസിദ്ധീകരിച്ച ഫത്വകൾ എന്ന പുസ്തകത്തിൽ നിങ്ങൾ ഇന്നും ഞങ്ങളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് വായിച്ചു. എന്ത് ജിന്ന് സിഹിർ ബാധ, കണ്ണേറ്, പൈശാചിക ബാധ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന സമയത്ത് ചികിത്സ നടത്തുന്നതിന് തകരാറില്ല. അത് എഴുതിയ കേമോലി തിരങ്ങാടി എത്തിക്കാനും ജിന്ന് ചികിത്സാ കേന്ദ്രം ഉണ്ടാക്കിയോ? മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ, സക്കറിയ സ്വലാഹി പറഞ്ഞ പോലെ ഉണ്ടാക്കിയോ? ചികിത്സകന്മാർ വേണമെന്ന് നിങ്ങൾ വാദിച്ച് ജമിയത്തുലക്ക് പ്രബന്ധം കൊടുത്തല്ലോ. അതുപോലെ ഒരു ചികിത്സാരിയ കേമോലി ഉണ്ടാക്കിയോ? എത്തിക്കാനിൽ എന്തെല്ലാം സെക്ഷൻ ഉണ്ട്? ഫുഡ് സെക്ഷൻ ഉണ്ട്, മദ്രസ ഉണ്ട്, ഡെസ്ക് ടോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലൈബ്രറി ഉണ്ട്, കോൺഫറൻസ് ഹാളുകളുണ്ട്. എന്താ ഒരു മൂലക്കൽ ഇതുപോലെ റൂം ഉണ്ടാക്കിയ? അപ്പോൾ കേമോലി ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ രോഗശമന പ്രാർത്ഥനയാണ്. അല്ലാതെ ഇതിന് പെട്ടിപ്പുറമാണ് സ്പയറും വടിയും കത്തിയെടുത്തിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ചികിത്സ അല്ല. കേരളത്തിലെ അല്ല, ലോകത്ത് റസൂലിന്റെ സ്വഹാബത്തെ നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇത് തെറ്റാണെന്നും ഇതിൽ പറഞ്ഞ പല വിഷയവും ഇപ്പോൾ ഹുസൈൻ സൽവിയുടെ ശിഷ്യനും ഫൈസൽ മുസ്ലിയാരുടെ ശിഷ്യനുമായ ഇന്നും ഷാർജയിൽ ഹുസൈൻ സൽവി ഇല്ലാത്ത സമയത്ത് കുത്തു പറയുന്ന സഫ്വാൻ സലാഹി പൂച്ചാക്കൽ, ഞാൻ വ്യക്തമായി ഓഡിയോ വിട്ടില്ലേ? അമുസ്ലിങ്ങളെ വീട്ടിൽ പോയി പോലും ചികിത്സിച്ചതും ഒരു മുസ്ലിം വീട്ടിൽ പോയിട്ട് കശ്ഫ് ചികിത്സ നടത്തിയതും ഓൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ വായ പൊത്തി ഒന്ന് തൽക്കാലം തൗബ ചെയ്ത് മാപ്പ് പറഞ്ഞ ആളാണ്. പിഞ്ഞാണത്തിൽ എഴുതാതെ പ്രസംഗിച്ച സിറാജ് ബാലുശ്ശേരിയല്ലേ? ഖുർആൻ ഓതി വെള്ളം കുടിക്കാന്ന് പറഞ്ഞ മൂപ്പറല്ലേ? കണ്ണേറിൻ്റെ ചികിത്സ വിശദീകരിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു പണ്ഡിതൻ്റെ ഒരു ഉദ്ധരണി കൂടി കൂട്ടിയാൽ എന്താ? കണ്ണേറിന് ഉദുവിൻ്റെ അവയവങ്ങൾ കഴുകണം, അത് ഇന്ന ആളെ കണ്ണാ തട്ടിയെന്ന് അറിഞ്ഞാൽ അയാൾ ഉദുവിൻ്റെ അവയവങ്ങൾ കഴുകി കൊടുക്കും. സ്വഹീഹ് മുസ്ലിമിലുള്ളതാ, അംഗീകരിച്ചോളി. പക്ഷെ ആ കുളി ചികിത്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഏത് സ്വഹാബിയെ നടത്തിയേ? വഹിയിലെ നബിക്കല്ലാതെ കണ്ണേറോ സിഗറോ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കുളിക്കുക? ഇന്ന ആളാന്ന് എങ്ങനെ പറയുക? അപ്പോൾ ഹദീസിനെ ബഹുമാനിക്കുക, ഹദീസ് തട്ടിക്കളയേണ്ട ആവശ്യമില്ല.
അതിന് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കൃത്യമായ ഒന്നില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിലോ നിങ്ങൾ കുളിച്ചോളി, ഒതിർത്തെടുത്തോളി. പക്ഷെ അതിലെവിടെ കോണകം കഴുകിയിട്ടാണ് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞത്? വൃത്തിയുടെ മതമായ ഇസ്ലാം. മറ്റുള്ള മതസ്ഥരുടെ മുമ്പിൽ ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധിയെക്കാളും തോന്നിയാസല്ലേ നിങ്ങൾ പറഞ്ഞത് സിറാസ്ലാം ബാലുശ്ശേരി? നമുക്ക് കണ്ണേറ് പറ്റിയാൽ റുഖിയ ചെയ്യാം, മന്ത്രിക്കാം. ഇനി മന്ത്രിക്കാത്ത മറ്റൊരു വഴിയുണ്ട്. ആ വഴിയാണ് വഹുവൽ ഇസ്തിഗ്സാൽ, കഴുകാൻ ആവശ്യപ്പെടൽ. അങ്ങനെ കഴുകൽ. വഹിയ അൻ യുഅ്താ ബിൽ ആഇൻ, അതെങ്ങനെയാണ്? കണ്ണേറ് ആരുടേതാണോ തട്ടിയത് അയാളെ കൊണ്ടുവരിക. വയുത്ലബു മിൻഹു അൻ യതവദ്ദ, വുളു എടുക്കാൻ ആവശ്യപ്പെടുക. സുമ്മ യുഖദു മാ തനാസറ മിനൽ മാഇ മിൻ അഅ്വാഇ, അയാളുടെ അവയവങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുക. വയുസബ്ബു അലൽ മുസാബ് വയശ്റബു മിൻഹു വയബ്റഉ ബിഇദ്നില്ലാ, അങ്ങനെ കണ്ണേറ് തട്ടിയ ആളുടെ ശരീരത്തിലേക്ക് അത് ഒഴിക്കാം. ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം. അല്ലാഹു മറ്റൊരു വഴിയുണ്ട്. എന്താണത്? വലാ മാനിഅ മിൻഹാ അയ്ളൻ, അതിനും തടസ്സമൊന്നുമില്ല. വഹിയ അൻ യുഖദ ഷൈഉൻ മിൻ ശിആരിഹി, അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി. ഐ മാ യലി ജിസ്മഹു മിന സിയാബി കസ്സൗബി വത്താഖിയ്യ വസ്സിർവാൽ വഗൈരിഹ, അയാൾ ഉപയോഗിച്ച, കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇസാർ അടിയിലൊടുക്കുന്ന തുണി, ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു. അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ടാണ്. അത് തലയിൽ കെട്ടിയതാവാം, അതല്ലെങ്കിൽ ബനിയനാകാം, ഇതേപോലെ പറഞ്ഞ തുണിയോ സിർവാലോ ആകാം. അല്ലെങ്കിൽ അബി തുറാബ് ഇദാ മശാ അലൈഹി വഹുവ റത്ബുൻ, ആ വ്യക്തി നടന്നുപോയ മണ്ണ്, ആ മണ്ണിന്റെ അംശം വരെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാം. എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചാലും അതിൽ നിന്ന് ശമനമുണ്ടാകും. അതല്ല, അപ്പോൾ ഇതൊരു പ്രത്യേകമായ രീതിയാണ്. അതിനെ വുളൂമായി കണക്ട് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം അമുസ്ലിമിനും ചെയ്യാൻ സാധിക്കും, ജനാപത്തുകാരനും ചെയ്യാൻ സാധിക്കും, മറ്റാർക്കും ചെയ്യാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ആവശ്യപ്പെടൽ തന്നെ അതൊരു പ്രശ്നമായി തീരും. അമുസ്ലിമീങ്ങളാണ്, അവർക്ക് അതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി തീരും. ഇനി മുസ്ലിമീങ്ങളിൽ തന്നെ ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു പ്രശ്നമാവുമെങ്കിൽ നാം ആ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല. പിന്നെ ജഡ്ജിയുടെ കുപ്പായിട്ടാണ്ട് എന്നിട്ട് ആ സദസ്സിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, വൃത്തിക്ക് ഇസ്ലാം ഇത്ര പ്രാധാന്യം നൽകി. ആ വൃത്തി പ്രാധാന്യം നൽകിയ ഇസ്ലാം ഒരാളുടെ കോണകം മുക്കിയിട്ട് അതിൽ നിന്ന് കുളിക്കാന്ന് പറഞ്ഞാൽ പിന്നെയും സഹിക്കുക, കുടിക്കും കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച് ഇസ്ലാം പ്രസംഗിച്ച് എന്നും യൂട്യൂബിൽ ഉണ്ടാരോ? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതിന്റെ ഒരു പോയിന്റായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തത്, വലിയ ഒരു ഉപദ്രവത്തെ തടയാൻ ഇതേപോലുള്ള ചെറിയ പ്രയാസങ്ങൾ നമുക്ക് തോന്നിയാലും അതല്ലേ ഖൈർ. കാരണം കണ്ണേറ് കൊണ്ടുണ്ടാകുന്ന രോഗം, പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എന്നാൽ വായ കൊപ്പിളിച്ചത് വായയുടെ ഉമിനീര് മാത്രമല്ലല്ലോ, വായ കൊപ്പിളിച്ച ഉളു എടുത്ത വെള്ളത്തിൽ വായ കൊപ്പിളിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ കുറവായിരിക്കും. അത് തലയിലൂടെ ഒരു വട്ടം ഒഴിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസമാണോ നമുക്ക് വലുത്, അതല്ല നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസമാണോ? ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കൂ, ആ സഹാബിക്ക് കണ്ണേറ് തട്ടിയപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴുകയാണ് ചെയ്തത്. എന്നാൽ വുളു എടുത്ത വെള്ളം തലയിലൂടെ ഒഴിച്ചപ്പോൾ അതിൽ നിന്ന് മാറി പൂർണ്ണ ആരോഗ്യവാനായി. അപ്പൊ അതിനുവേണ്ടി രണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുമ്പോൾ ഏറ്റവും വലിയ പ്രയാസത്തെ നീങ്ങാൻ വേണ്ടി മറ്റൊരു ചെറിയ പ്രയാസത്തെ സഹിക്കുകയാണ് നാം വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയൊരു തിന്മ, ഒരു ചെറിയ ഷെർ ചെയ്യുന്നത് കുഴപ്പമില്ല. വലിയ ഷെറെന്ന കണ്ണേറ്, അത് തട്ടി ആളെന്നെ ജീവൻ പോണ അവസ്ഥയാണ്. എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കും, അള്ളാന്റെ ഖദറിനെ മുൻകിടക്കുമായി കണ്ണേറ് മുൻകിടക്കും. സ്വഹീ ഹദീസാണ്. കണ്ണേറ് നിങ്ങളെ പിന്നെന്താണ് ചട്ടിയിലേക്ക് എത്തിക്കാതിരിക്കട്ടെ, ഇതൊക്കെ ഹദീസ് വന്നതാണ്. എന്ന് വിചാരിച്ചിട്ട് ഇന്നാളെ കണ്ണ് തട്ടിയത് എങ്ങനെ നമുക്കറിയാം? എങ്ങനെ ഒതുക്കാൻ പറയാം? അത് പ്രാക്ടിക്കൽ ചെറിയായിട്ട് എങ്ങനെ കൊണ്ടുവരിക? അപ്പോൾ ഹദീസ് നിഷേധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിനെ ഗവേഷണം നടത്തി അതിന് പല പണ്ഡിതന്മാരെ കൗലുദ്ധരിച്ച് അവസാനം ഈ കോലത്തിലുള്ള പല പണികളും പറഞ്ഞു. നിങ്ങൾ ജിന്ന് തട്ടിക്കൊണ്ടേ കഥകളല്ലേ പറഞ്ഞത്? ജിന്ന് കല്യാണം കഴിക്കാൻ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് മുസ്ലിം ജിന്ന് വന്നതും ബിരിയാണി തിന്ന കഥ സക്കീറ സുലൈഹല്ലേ പറഞ്ഞത്? ഇന്നും വീഡിയോയിൽ കിടക്കല്ലേ, സോഷ്യൽ മീഡിയയിൽ കിടക്കല്ലേ? അപ്പോൾ ഇതിന് മുഴുവനും ഒരു തരം വ്യവഹാര ബന്ധമുണ്ടാക്കി ഷെയ്ത്താൻമാർ ഇസ്തിംതാ ഉണ്ടാക്കി അവസാനം ആപാത ചൂടം പഴച്ചൊരു പ്രസ്ഥാനമായി ഇഷ്ടം മാറി. ആ ചികിത്സയെക്കുറിച്ച് വെല്ലുവിളിച്ച് ഞാനുമായിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഷെരീഫ് കരുവാരക്കുണ്ട് എന്ന അഗാധമായ കുണ്ടിലേക്ക് പോയ ഷെരീഫ് മൗലവിയോട് ഞാൻ ചോദിക്കുകയാണ്, അനീഫ് മൗലവി പറഞ്ഞ ആ സംവാദം തയ്യാറുണ്ടോ നിങ്ങൾ? ആ തൗഹീദിൻ്റെ വിഷയത്തിൽ, ശിർക്ക് തൗഹീദിൻ്റെ വിഷയത്തിൽ, അതേപോലെ ചികിത്സാ രംഗത്ത് പയച്ചുപോയ വിഷയത്തിൽ ഞാനുമായി ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിനോ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ വരി. നിങ്ങൾക്ക് അതിന് ധൈര്യം ഉണ്ടാവില്ല, ഉറപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ദൈർഘ്യമേറിയ ആമുഖം പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇങ്ങനെ എല്ലാം ഉണ്ടായിട്ട് നിശ്ചയത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ന് രാജിവെക്കാത്ത ആ സാധു റസാഖ് സുല്ലമി KNM-മാരാന്ന് പറഞ്ഞിട്ടില്ല, വിഷ്ണവും KNM അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും കാളെ പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് രംഗത്ത് വന്ന ഷെരീഫ് കരുവാരക്കുണ്ട്.
ഷിർക്കിന്റെ നേരെ വിപരീതമാണ് തൗഹീദെന്നും തൗഹീദിന്റെ നേരെ വിപരീതമാണ് ഷിർക്കെന്നുമുള്ള കാര്യത്തിൽ തർക്കവുമില്ല. തൗഹീദിന്റെ നേർ വിപരീതമാണ് ഷിർക്കെന്നും ഷിർക്കിന്റെ നേർ വിപരീതമാണ് തൗഹീദ് എന്ന കാര്യത്തിലും സംശയമില്ല, തർക്കമല്ല. പക്ഷേ എന്താണ് ഷിർക്ക്, എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിച്ചു വരുത്തിയത് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ നിന്ന് വിശ്വത്തിന് ഇപ്പം എന്താണ് തൗഹീദ്, എന്താ ഷിർക്ക് എന്ന് അറിയില്ല. അതിൻ്റെ തർക്കങ്ങൾക്കുള്ളിൽ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതുകൊണ്ടാണ് ഇതിനുള്ളിൽ നിങ്ങൾ പുറത്തു പോകേണ്ടി വന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു വിളി ഷിർക്കാകുക, എപ്പോഴാണ് ഒരു പ്രാർത്ഥന ആകുക എന്നതിന് ഈ ജബ്ബാർ മൗലവിൻ്റെ കായികമല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരെ പുസ്തകം വായിച്ചിട്ട് തെളിയിക്കാൻ പറ്റുമോ? ഖുർആൻ സുന്നത്തനുസരിച്ച് ആയത്തോതിയെ തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ജിന്ന് പിശാചുക്കളോട് സഹായം തേടുന്നത് മുത്തലക്കൻ ഷിർക്കാണ്. അത് ഗായിബായാലും ശരി, അത് ഹാദിറായാലും ശരി, അത് ഭൗതിക എന്ന് പറഞ്ഞാലും ശരി, അഭൗതിക എന്ന് പറഞ്ഞാലും ശരി, ജിന്ന് പിശാചുക്കൾ എന്ന മനുഷ്യനെ തൊട്ട് അദൃശ്യം അഭൗതികമാണ്. അവരുമായിട്ട് ഒരിക്കലും തന്നെ നമുക്ക് ഒരു ഇടപാടുമില്ല. അവർക്ക് ഇങ്ങോട്ട് ഇഷ്ടം പോലെ ഇടപാടുണ്ട്. എന്തുകൊണ്ട്? ഇന്നഹു യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. നിങ്ങൾ അവരെ കാണുന്നില്ല, എന്നാൽ നിങ്ങൾ കാണാത്ത വിധത്തിൽ അവരും അവൻ്റെ കൂട്ടാളികൾ നിങ്ങളെ കാണുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ഇങ്ങോട്ട് കാണും, നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റൂല. ഓൾക്ക് ഇങ്ങോട്ട് ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും, ഓരോ ജീവിതത്തിലേക്ക് അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂല. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ പിശാചുങ്ങളുടെ കൂടെ കഴിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുണ്ട്. എന്നിട്ട് നമ്മളെ പ്ലേറ്റിൽ ചോറ് കുറഞ്ഞത് നമ്മളാരെയും കാണലുണ്ടോ? ഇല്ല. അപ്പോൾ എന്നാലും നിഷേധിക്കണോ? ഇല്ല. ബിസ്മി ചൊല്ലുക, അപ്പോൾ അവർക്ക് കഴിക്കാൻ കഴിയില്ല. ഇനി ബിസ്മി ചൊല്ലാൻ മറന്നാൽ നിങ്ങൾ ബിസ്മില്ല അവലോ ആഖിറഹു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അത് പറഞ്ഞാൽ അവൻ ഛർദ്ദിക്കുന്നതാണ്. എന്നിട്ട് നമ്മളാരെങ്കിലും ആ തുടക്കണ മഫായിട്ട് വന്നാണ് ശൈത്താൻ നമ്മളാകെ ഛർദ്ദിച്ചിക്കണെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞിക്കണോ? എന്താ പറയാത്തത്? നമുക്കത് കാണൂല. നമ്മളെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥ കൊണ്ട് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഖിയാമത്ത് നാൾ വരെ പോലെ കാണില്ല എന്നുള്ള പറഞ്ഞാൽ പിന്നെ കാണൂല എന്ന് തന്നെ. അപ്പോൾ വൺ വേ ട്രാഫിക്കേ ഉള്ളൂ. വൺ വേ ട്രാഫിക് എന്താ? ആലമുൽ ഗൈബിൽ നിന്ന്, അദൃശ്യ ലോകത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ഈ ഭൂമിയിൽ തന്നെ മറ്റൊരു ലോകമുണ്ട്. അതുകൊണ്ടല്ലേ ബർസഖി ലോകം ഇവിടെ 6 അടി മണ്ണാണ്. അവിടെ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്. നമ്മളാരെയും അറിയുന്നുണ്ടോ? ആത്മാവ് അവിടെ അള്ളാഹിൻ്റെ ലോകത്ത് തന്നെയാണ്. നമ്മളാരെയും കാണുന്നുണ്ടോ? ആത്മാവിനെന്നും ജീവല്ലേ? അതേപോലെ മലക്കുകൾ വരുന്നുണ്ട്, പോകുന്നുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നതാണ് 2 മലക്കുകൾ. എന്നിട്ട് ആർക്കെങ്കിലും സ്ഥലം മതിയാകാത്ത പ്രശ്നമുണ്ടോ? മലക്കുകൾ ആരെങ്കിലും ചൂടെടുക്കാൻ ഇറങ്ങിപ്പോയി നമ്മളാരെയും കണ്ടോ? ആരൊക്കെ പേര് എഴുതിയെന്ന് ഓരോട് ചോദിക്കാൻ പറ്റുമോ? നമ്മളെ തൊട്ട് തികച്ചും അഭൗതികമാണ്, മനുഷ്യനെ തൊട്ട് തികച്ചും അദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുമായുള്ള കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് നമുക്കില്ല, ഇങ്ങോട്ടുള്ളൂ. പിന്നെ ഉള്ള ബന്ധം ആർക്കാ? സാഹിറിനുള്ളത്. അത് ശിർക്കുമാണ്. സാഹിറിനകത്ത് പോയി പഠിക്കാനും പാടില്ല, അവിടെ പോകാനും പാടില്ല. വിശ്വസിച്ച ശിർക്കുമാണ്. പോയ 40 സംസ്കാരം പാത്തിലാണ്. പിന്നുള്ള ചിന്ത എന്താ? ഓൻ്റെ ദുർബോധനാണ്, വസ്വാസ്. നമ്മളെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് കള്ളുടിപ്പിക്കും, വ്യഭിചരിപ്പിക്കും, കൊലപാതകം നടത്തിക്കും, നാട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്തും. പക്ഷേ എങ്ങനെയാണ് ഈ കൈഫിയത്ത് നമുക്കറിയോ? വസ്വാസ് ഉണ്ടാക്കണം എങ്ങനെ? നമ്മളെ ഹൃദയത്തിൽ പിശാച് സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പ്രമാണം പറഞ്ഞ് വിശ്വസിച്ചു. ജിന്ന് ബാധിക്കുന്ന റസൂൽ പറഞ്ഞു, പ്രമാണം പറഞ്ഞ് വിശ്വസിച്ചു. അപ്പോൾ ആലമുൽ ഗൈബിലുള്ള ഇവരെക്കുറിച്ചുള്ള വിഷയങ്ങൾ മുഴുവനും പഠിക്കണമെങ്കിൽ പഞ്ചേന്ദ്രിയം എന്ന 5 ഇന്ദ്രിയം ഉള്ള കാര്യമില്ല, 6ാം ഇന്ദ്രിയം വേണം. അത് മനുഷ്യനില്ല. അതുള്ളതാരാ? പ്രവാചകന്മാർക്ക്. ഒരു വാഹിയുടെ മോചനത്തിലൂടെ പഠിപ്പിച്ചൊന്നു. അത് നമ്മൾ വിശ്വസിക്കണം. അതിനപ്പുറത്തേക്ക് എന്തിനാണ് വ്യവഹാര ബന്ധം ഉണ്ടാക്കുന്നത്? അതിനപ്പുറത്തേക്ക് എന്തിനാണ്? അതാണ് നിങ്ങൾക്ക് തൗഹീദ് ശിർക്ക് മനസ്സിലാക്കാതെ പോയത്. ഞാൻ ആ വിഷയത്തിൽ ഒരു സംവാദം നിങ്ങൾക്ക് നടക്കണമെന്നെങ്കിൽ അനിഫാ കൂടി വെല്ലുവിളിച്ചാൽ വെല്ലുവിളി ഇവിടെ കിടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കോളി. എന്തിനാ ഇതൊന്നും തിരിയാത്ത റസാഖ് സുൽമിനടുത്ത് പോണത്? അദ്ദേഹം ആ വിഷയമൊന്നും അഗാധമായി പഠിച്ചിട്ടില്ല. അദ്ദേഹം ഇസ്തിയാത്തിൽ ചെന്ന് ഖുർആൻ ഏത് ഓതന മൂക്ക് കീഴ്പ്പെട്ട താഴത്തുള്ള മനുഷ്യർക്ക് മനസ്സിലാവും അത് ശിർക്കാണെന്ന്. അത് മൂപ്പർ പറഞ്ഞു. അതുകൊണ്ട് മൂപ്പർ സംവാദത്തിന് വെല്ലുവിളിക്കാരൻ ബാലിഷാണ് കരുവാരക്കുണ്ട് മൗലവി, ഷെരീഫ് മൗലവി. വിഷ്ണങ്കാരെ, നിങ്ങൾ സലീം സുല്ലമിനേക്ക് കൂട്ടിക്കെട്ടണ്ട. സലീം സുല്ലമിനെ കൂട്ടിക്കെട്ടണം എന്തിനാ? സലീം സുല്ലമി അതിനൊരു വിശകലനം നടത്തി. ഞാൻ നടത്തിയിട്ടില്ലേ? എത്ര ആൾക്കാർ നടത്തിയാണ്? അതിൽ അദ്ദേഹം ഇതിലെന്താ? അപ്പോൾ സ്കാനം വിട്ട ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിക്കുവച്ചാൽ ഒരാളെങ്കിലും ഏറ്റെടുത്താലോ ആ മനപ്പായസം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 2 വെല്ലുവിളികൾ, ഒന്ന് എൻ്റെ വെല്ലുവിളിയും ഒന്ന് അനീഫാക്കിൻ്റെ വെല്ലുവിളിയും, രണ്ടും ക്ലിയർ ആക്കി കൊടുത്താൽ ജനങ്ങൾക്ക് ഇവിടെ വിശ്വാസം മാറും. അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ഏറ്റെടുക്കുക, തയ്യാറുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ പറയും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ല, എനിക്കറിയാം. ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി അദ്ദേഹം ആദ്യം അത് പറഞ്ഞു. ഇനി രണ്ടാമത് അദ്ദേഹം സംവാദത്തിന് മുമ്പ് തന്നെ ചോദ്യം ചോദിക്കൽ തുടങ്ങി. ഈ ചോദ്യത്തിൻ്റെ അപകടം 4 ചോദ്യമാണ് സഹോദരങ്ങൾ. അതിൽ 4 കൂടി പറയാനുള്ള സമയം ഉണ്ടെങ്കിൽ 4 വിശദീകരിക്കും. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടോളി. എവിടെ എത്തി മനുഷ്യന്മാർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അള്ളാഹ് ഒന്നാമത്തെ ചോദ്യം, എന്റെ വിളി കേൾക്കുന്ന ദൂരത്ത്
ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ എന്നെ സഹായിച്ചു കൊള്ളട്ടെ എന്ന വിശ്വാസത്തോടെ ഒരാൾ അള്ളാഹുവേ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാകുമോ? അയാൾ മുസ്ലിം ആകുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഓതി തന്ന ഖുർആനിലെ ആയത്തുണ്ട്. എന്ത്? ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, അള്ളാഹു തആലയിൽ പങ്കു ചേർക്കുന്ന മനുഷ്യന്മാർ അവർ ഹറമിന സമാ, ആകാശത്ത് നിന്ന് പിടിവിട്ട് വീണവനെ പോലെയാണ്. അവർ തഖ്തഫു തൈറു ഔ തഹ്വീ ബിഹി റീഹ്, അവരെ കാറ്റുകൾ റാഞ്ചിയെടുക്കും, പക്ഷികൾ കൊണ്ട് കൊത്തിപ്പാറും. അഗാധമായ ഫീ മക്കാനിൻ സഹീഖ, ഏത് കുണ്ടിലെ പോലെ വീഴാന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ ഷിർക്കിൽ നിന്ന് തൗഹീദ് പറഞ്ഞാൽ നിങ്ങൾ ഷിർക്കിൻ്റെ ആശയം കലർത്തിയതോടുകൂടി നിങ്ങൾ പിടുത്തം വിട്ടു. അള്ളാഹുവിൻ്റെ മക്കാമിനെ ചോദ്യം ചെയ്യുന്ന, പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് സഹോദരങ്ങളെ ഈ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വിസ്ഡം ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന വിസ്ഡം ഗ്ലോബൽ അൻഇസ്ലാമിക് മിഷൻ, ഇസ്ലാമിക് മിഷൻ എന്ന് അടിവരയിടാൻ പറ്റൂല, വിസ്ഡം ഗ്ലോബൽ അൻഇസ്ലാമിക് മിഷൻ, അതിൻ്റെ നേതാവും പണ്ഡിതനും സൈദ്ധാന്തികനുമായ ഷെരീഫ് കരുവാരെ കൊണ്ട് ഈ പണ്ഡിതന്മാരെ എഴുതി കൊടുത്ത നോട്ട് വായിക്കുകയാണ്. മൂപ്പര് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ മാതിരിയല്ല, താഴത്തേക്ക് നോക്കിയാൽ കാരണം എഴുതിയെടുത്തുക്കണം, അടിപൊളിയായിട്ട് ചെയ്ത്. ആയിക്കോട്ടെ, കുറ്റം പറയില്ല. MM അക്ബർ ആയാലും അതുപോലെ തന്നെ ഷെരീഫ് മേലതിലൊക്കെ ഷെഡ്യൂൾ അനുസരിച്ച് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എഴുതിയിരിക്കേണ്ടി വരും, അതിന് കുറ്റം പറയില്ല. പക്ഷേ ഇത് നേതാക്കന്മാർ എഴുതി തന്നാന്ന് വ്യക്തമാണ്. പക്ഷേ ഇവരെ അപകട അവസ്ഥ, ഇവരെ വിശ്വാസവും ഇവരെ ചോദ്യവും എവിടെ എത്തി? എന്താ ആകെയുള്ള തർക്കം? ഹയ്യും ഹാദറും ഖാദിറുമായ ശൈത്താനോട്, അള്ള എറിഞ്ഞാട്ടിയ ശൈത്താൻ, വേശ്യാലയത്തിലും കാഷ്ടത്തിലും മൂത്രത്തിലും സിനിമാ തിയേറ്ററിലും അങ്ങാടിയിലും നമ്മളെ വീട്ടിൽ പോലും ഒരു പ്രൈവസി ഇല്ലാതെ മാനേജ് ഇല്ലാതെ കയറി വരുന്ന അള്ള റജീം എന്ന് പറഞ്ഞ ശൈത്താൻ, ആ ശൈത്താനോട് സഹായം തേടുന്നതിൽ ഒരു ഇനം വേറല്ല, ഷിർക്കല്ലാത്തൊരു ഇനം വേറല്ല സഹായഭ്യർത്ഥനയിൽ. ഇത് പ്രമാണം പറഞ്ഞതാണ്, സലഫുൽ മക്കളൊക്കെ പറഞ്ഞാൽ. അതിൽ രണ്ടുണ്ട്, എല്ലാം ഷിർക്കല്ല, എല്ലാം ഷിർക്കല്ല. അപ്പോൾ തേടിയാൽ ഷിർക്കല്ല എന്നിങ്ങ വാദം, തേടാൻ പാടില്ല, തേടണമെന്ന വാദമില്ല, തേടിയാൽ ഷിർക്കല്ല എന്നർത്ഥം എന്നുള്ള വാദമാണ്. ആ വാദത്തിൽ ഷിർക്കാകാത്തതുണ്ട്, വസിലത്ത് ഷിർക്കുണ്ട് എന്നതിന് ഖുർആനിലെ ആയത്തോ ഹദീസോ നമുക്ക് ഉദ്ധരിക്കാനില്ല, ഇല്ല. എന്നിട്ട് ആ ഹയ്യും ഹാദറും ഖാദിറും എന്ന സിഫത്ത് മനുഷ്യനുണ്ട്, അതേപോലെ ശൈത്താനും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ 99 നാമങ്ങളിൽ ഒരുപാട് സിഫത്തുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, അവിടെ ഹാദറാകുക എന്ന് പറഞ്ഞ സിഫത്ത് നമ്മളിതുവരെ കേട്ടിട്ടില്ല. അള്ളാഹ് ഹാദറാകുക, ചിലപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുവരും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ അള്ളാഹ് ഹാദറായില്ല എന്ന് ചോദിക്കും. കാരണം എന്താണോ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖാമുഖം നടത്തി നമ്മുടെ സക്കരിയ സലാഹിൻ്റെ കടവത്തൂർ ഭാഗത്ത്. അവിടെ തലശ്ശേരിയിലുള്ള KNM പ്രവർത്തകനായ മൂസ, പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മൂസ ചോദ്യം ചോദിക്കാൻ ചെന്നു. മൂസ ചോദിച്ചു, 25ഓളം അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളുണ്ട് ഖുർആനിൽ, അതൊക്കെ അള്ളാഹിനോടാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ തേടിയത്, മുഹമ്മദ് നബി തേടിയതൊക്കെ പറഞ്ഞു. ഇതുപോലെ മരണപ്പെട്ടുപോയ മഹാത്മാക്കളോട് ഇതുപോലെ ഒരു തേട്ടം ഖുർആനിൽ കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം പേരോ അബ്ദുറഹ്മാൻ സഖാഫി മുഖാമുഖം പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഖുർആനിൽ ഒരുപാട് തേടിയ സംഭവങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബി, ഇബ്രാഹിം നബി, അയ്യൂബ് നബി, ഒരുപാട് പ്രവാചകന്മാർ തേടിയ ഒരുപാട് തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ മറിയം ബീവി, സാലിഹത്തായ മറിയം ബീവി തേടിയത്, ആസിയ ബീവിയുടെ തേട്ടം, ഇങ്ങനെ ഒരുപാട് തേടിയ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. എല്ലാ തേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമാണ്. എന്റെ ചോദ്യം, ഏതെങ്കിലും ഒരു തേട്ടം അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി വിശുദ്ധ ഖുർആനിൽ നിന്ന് 1, 2, 3 ഉദാഹരണങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കുമോ? എന്റെ പേര് മൂസ. അപ്പോ അങ്ങനെ ഉദ്ധരിച്ചാൽ താങ്കൾ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് രാജിവെക്കുമോ? ഉസ്താദ് ഉത്തരത്തിന് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ, ഉസ്താദ് പറഞ്ഞ ഞാൻ മറുപടി കൃത്യമായിട്ട് പറയും. നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞാൻ രാജിവെക്കുമോ ഇല്ല, എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും ഇല്ല, രാജിവെക്കുമോ ഇല്ലോ, രാജിവെക്കുമോ വെക്കൂലോ എന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനെ മുൻനിർത്തി ഞാൻ പറയും. ഓക്കെ, എന്നാ കേട്ടോളൂ. വൗഹൈന ഇലാ മൂസ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു അൻ ദ്രിബ് ബിഅസാകൽ ഹജർ فانبجست منه 12 عينا قال الله عز وجل അല്ലാഹു പറയുന്നു, വൗഹൈന ഇലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന് നമ്മൾ വഹി അറിയിച്ചു. ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു,
മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളം തേടിയപ്പോൾ നമ്മൾ മൂസാ നബിക്ക് വഹി അറിയിച്ചു, അനിദ്രിബ് അസാക്കൽ ഹജർ, നിങ്ങൾ പാറക്കല്ലിന് വടി കൊണ്ട് അടിച്ച് വെള്ളം കൊടുക്കണം. ഫംബജസത് മിൻഹു സ്നതാ അശ്റത ഐനാ, അങ്ങനെ പാറക്ക് വടി കൊണ്ട് അടിച്ചപ്പോൾ 12 അരുവികൾ പൊട്ടി ഒഴുകി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളത്തിനു വേണ്ടി മൂസാ നബിയുടെ അനുയായികൾ തേടിയപ്പോൾ അങ്ങനെ തേടാൻ പാടില്ലെന്ന് പറയണം എന്നല്ല ഖുർആൻ പറയുന്നത്, അങ്ങനെയല്ല അള്ളാഹു പറയുന്നത്. മറിച്ച് തേടിയവർക്ക് മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ നിലക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അല്ലാഹ് അല്ലാത്തവരോട് തേടൽ ശിർക്കാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ശിർക്കിന്റെ പേരിൽ സഹായം കൊടുത്തു എന്ന് പറയണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയണത്, മൂസാ നബിന്റെ സമുദായത്തിലെ ആൾക്കാർ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം കൊടുത്തു. അപ്പോൾ മൂസാ നബിനോട് തേടി മൂസാ നബിക്ക് ഉത്തരം കൊടുത്തു. അപ്പോൾ അദ്ദേഹം നീച്ചിട്ട് ചോദിച്ചു, അത് ഖുറാനിലുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അത് ജീവിച്ചിരിക്കണം മൂസാ നബിനോടല്ലേ? സഹോദരന്മാരെ, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ ചോദ്യവും ഉസ്താദ് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചത് മരിച്ചുപോയ മഹാന്മാരോടുള്ള ഒരു ദുആന്റെ രൂപമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മരിച്ചിരുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ് മുമ്പിലുണ്ടായിരുന്നു. ആ മുമ്പിലുള്ള കൗമാണ് മൂസാ നബിയോട് ചോദിച്ചത്, അല്ലാതെ മരിച്ചുപോയ മൂസാ നബിയോടായിരുന്നില്ല. എന്റെ ചോദ്യം, ഉസ്താദെ, ഇത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു. എന്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, അന്നീ മസ്സനി അൽദുർ വഅൻത അർഹമുർ റഹീമീൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഒരുപാട് ദുആകൾ വിളിച്ചു നേടിയ സംഭവങ്ങളുണ്ട്, തേട്ടങ്ങളുണ്ട്. ഇതുപോലെ സാലിഹീങ്ങളുടെ തേട്ടങ്ങളോ പ്രവാചകന്മാരുടെ തേട്ടങ്ങളോ വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരോട് തേടിയതായിട്ട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ജീവിച്ചിരിക്കുന്നവരോടല്ല. മൂസാ നബി മരണപ്പെട്ടതിന് ശേഷം അല്ലല്ലോ, ജീവിച്ചിരിക്കുന്ന മൂസാ അലൈഹി ഇസ്ലാമിനോട് തേടിയത്. മരിച്ചതിന് ശേഷം തേടിയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പേരോട് കുടുങ്ങി. അപ്പം ഷെരീഫ് പരിവാറെ കൊണ്ട് വിശ്വത്തിൻ്റെ മൗലവി ചോദിച്ച ചോദ്യം അവിടെ പേരോട് ചോദിച്ചാൽ എന്താരോ ആ ചോദ്യങ്ങൾ കേട്ടോക്കണ്ടേ. അള്ള മരിച്ചതാണോ അള്ള ജീവിച്ചവനാണോ? അള്ള മരിച്ചവനാണോ അള്ള ജീവിച്ചവനാണോ? അല്ലാഹു അല്ലാത്തവരോട് തേടിയതായിട്ട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ജീവിച്ചിരിക്കുന്നവരോടല്ല. അപ്പൊ അള്ള ജീവിക്കുന്ന ആളോ മരിച്ചാളോ? അള്ള ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ചാളോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ള ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു അള്ളഹാനോട് ചോദിച്ച പോലെ ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. സഹോദരന്മാരെ, തക്ബീർ ചൊല്ലിയിട്ട് ഒരു പക്ഷേ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചെന്നിരിക്കും. പക്ഷേ ഈ ചോദ്യം ചിന്തിക്കുന്ന മനസ്സുകളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഖുർആനിൽ ഒരുപാട് തേട്ടങ്ങൾ, അള്ളാഹുവോട് മാത്രം തേടുവാനുള്ള തേട്ടങ്ങളുടെ ഉദാഹരണങ്ങളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. എന്റെ ചോദ്യം അള്ളാഹു ജീവിച്ചിരിക്കും. ആ ചോദ്യം എന്നോട് ചോദിച്ച് എനിക്ക് അങ്ങേയറ്റ സങ്കടമുണ്ട് ഉസ്താദ് വന്നതുകൊണ്ട്. ഈ സദസ്സിൽ നിന്നാണെങ്കിൽ എനിക്ക് ഇത്ര ദുഃഖമുണ്ടാകുമായിരുന്നില്ല. ഉസ്താദിനെ പോലെ കേരളത്തിലെ സുന്നികളിലെ ഏറ്റവും തലമുറന്ന പണ്ഡിതനായ പേരോട് ഉസ്താദിൽ നിന്ന് ഈ ചോദ്യം, അതെ ഞാൻ സമ്മതിക്കുന്നത്, കേരളത്തിലെ ഏറ്റവും വലിയ സുന്നി പണ്ഡിതനാണ്. ആ ഉസ്താദിനോട് പാവപ്പെട്ട ഒരു മുജാഹിദിന്റെ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ഉസ്താദ് പറഞ്ഞ മറുപടി വളരെ നിസ്സാരമായിട്ടായിരുന്നു ഉസ്താദ് പറഞ്ഞത്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന ആ വിശ്വാസത്തിൽ നമുക്ക് തർക്കമില്ല. നിങ്ങൾ മൂസ അവിടെ തരിച്ചുപോയി. കാരണം എങ്ങനെ തരിക്കാതെക്കുക? യുക്തിവാദികളുടെ ചോദ്യമല്ലേ, അശരികളുടെ ചോദ്യമല്ലേ, അത് മുഅ്തസിലയുടെ ചോദ്യമല്ലേ, അഹ്ലുസുന്ന പഴിച്ചുപോയ മനുഷ്യന്മാരുടെ ചോദ്യമാണ്. അള്ള ജീവിച്ചിരിക്കണോ മരിച്ചവനാണോ? ഇതേമാതിരിയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. കേട്ടോളി, ഞാൻ വെറുതെ പറയില്ല, നിങ്ങളത് കേട്ടോളി. ഇനിയുള്ള 5 ചോദ്യങ്ങൾക്ക് അബ്ദുറസാഖ് സുല്ലമിയുടെ വിശദീകരണത്തിന് ശറഹ് നൽകിയ സലീം സുല്ലമി എടക്കരയും മറുപടി എന്ന
ചോദിക്കാനുള്ളത്. ഇവർ രണ്ടുപേർക്കും അല്ല, ആർക്കും മറുപടി പറയാവുന്നതാണ്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരെയും സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം റസാഖ് സുല്ലമിയാണ് സത്യം വെളിപ്പെടുത്തിയത്, അതിന് ഷർഹ് നൽകിയത് സലീം സുല്ലമിയും ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആർക്കും മറുപടി നൽകുക. പക്ഷേ സലീം സുല്ലമിയെ ചൂണ്ടൽ വന്ന് ഇരട്ടോക്കിയതാണ്. കൊത്തുകയാണെങ്കിൽ കഴിച്ചിലായി എന്നുള്ളവർക്ക് റസാഖ് സുല്ലമി പിന്നെ എന്തായാലും മറുപടി പറയില്ല എന്നറിയാം. മൂട്ടനെ കൊല്ലം ഇരുമ്പോൽക്കേണ്ട ആവശ്യമില്ല. ഇതിന് വലിയ ഇൽമുള്ള ആലിമ്യങ്ങളൊന്നും വരില്ല. കാരണം ഇത് പൊട്ടത്തരാന്ന് അറിയാൻ തൗഹീദിൽ മുങ്ങിക്കൊളിച്ച ഒരു കേവലം മുജാഹിദ് പ്രവർത്തകന് പറയാൻ പറ്റും. അത്ര ബടക്കെട്ട ചോദ്യമാണ് ചോദിച്ച് കേട്ടോളി. ഒന്നാമത്തെ ചോദ്യം, എന്റെ വിളി കേൾക്കുന്ന ദൂരത്തിൽ ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ എന്നെ സഹായിച്ചു കൊള്ളട്ടെ എന്ന വിശ്വാസത്തോടെ ഒരാൾ അള്ളാഹുവേ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാകുമോ? അയാൾ മുസ്ലിം ആകുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് ഒരല്ലാഹു, അപ്പോൾ എത്ര അല്ല ഇപ്പോൾ വിശ്വക്കാർക്കുള്ളത്? 15 അള്ളുണ്ടോ 40 അള്ളുണ്ടോ? ത്വരീക്കത്താരമാതിരി കുറേ അള്ളുണ്ടോ? എത്ര അല്ല നിങ്ങൾക്കുള്ളത്? ആകെ ഒരേ അല്ലേ ഉള്ളൂ. ഷെരീഫ് മൗലവി, നിങ്ങൾ കരുവാരക്കുണ്ടിക്കല്ല എത്തിയത്, നിങ്ങൾ അഗാധമായ നരകക്കുണ്ടിക്ക് എത്തിയേ. നിങ്ങളെ കരുവാരക്കുണ്ട് മൗലവി എന്നല്ല പറയണ്ടേ, ജഹന്നം കുണ്ട് മൗലവി എന്ന് പറയണം. ഷെരീഫ് കരുവാര ജഹന്നം കുണ്ട് മൗലവി എന്ന് പറയണം. അവിടേക്കപ്പം നിങ്ങൾ പോണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അള്ളാഹു. ഏത് അള്ളാഹു? എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിസരത്തിൽ അള്ളാഹു. ആ അള്ളാഹുവിനോട്, ഹയ്യും ഹാദറും ഖാദിറുമായൊരു അള്ളാഹിനോട് എനിക്കൊരു വെളിച്ചം തരണേ, എന്നെ സഹായിക്കണമെന്ന് തേടിയാൽ അത് ശിർക്കാണോ? അങ്ങനെ തേടിയാൽ അതിൻ്റെ വിധി എന്താണ്? ഇസ്ലാമിൻ്റെ ഖാദി അല്ലാത്തതുകൊണ്ട് ഞാൻ വിധി പറയുന്നില്ല. ജുറൂഹത്ത് തഹ്ദീർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ അത് പഠിച്ച പണ്ഡിതന്മാർക്ക് മാത്രമേ ഒരുത്തൻ്റെ വിശ്വാസത്തെ അളന്നിട്ട് മുശ്രിക്കോ കാഫറോ എന്ന് പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നില്ല. ഇല്ല, ആ ഖാദി സ്ഥാനത്ത് ഇന്നെങ്ങാനും കയറ്റിയിരുത്തിയെങ്കിൽ എനിക്കൊക്കെയുള്ള മറുപടി ഞാൻ അപ്പം തരും. കാരണം ആ കോലത്തിൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന ചോദ്യമല്ലേ അത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ, ഇമാം അഹമ്മദ് ഹംബലി ഷൈബാനി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഒരു ജനത ഇതുപോലെ വന്നിരുന്നു. അവരാണ് ഇൽമുൽ കലാമിൻ്റെ ആൾക്കാർ. ഫൽസഫ, ഗ്രീക്ക് ഫിലോസഫി കലക്കി കുടിച്ചിട്ട് ഖുർആനിൻ്റെ ആയത്തുകളെ, അള്ളാഹിൻ്റെ സിഫാത്തുകളെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കും. അതാണ് പിന്നീട് മുഅ്തസിലത്തായത്. അവരിൽ നിന്നാണ് പിന്നീട് അശ്ശരിയത്തുണ്ടായത്. ആ അശ്ശരിയ വിഭാഗത്തിലാണ് അബുൽ ഹസൻ അശ്ശരി റഹ്മത്തുള്ളാഹി, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, അഹ്ലുസുന്നയുടെ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അതിലേക്ക് കുല്ലാബിയിലേക്ക് പോയി, കുല്ലാബിയിൽ നിന്ന് അശ്ശരിയത്തിലേക്ക് പോയി. വർഷങ്ങളോയിൽ കഴിഞ്ഞു. പിന്നെ അദ്ദേഹം മാഷാ അല്ലാഹ് തൗബ ചെയ്ത് ആ പഴയ കുപ്പായം വലിച്ചിട്ട് ഒഴിവാക്കി അൽ ഇബാന എന്ന ഗ്രന്ഥം എഴുതി അഹ്ലുസുന്നയിലേക്ക് തിരിച്ചു മടങ്ങി. ആ കാലഘട്ടത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നു ഖൽഖുൽ ഖുർആൻ. ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണോ അല്ലേ? തർക്കം. ഭരണകൂടവും പണ്ഡിതന്മാരും ഭൂരിപക്ഷം ആൾക്കാരും അതിൻ്റെ പിന്നാലെ പോയി. ഇമാം അഹമ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ആ വാദം ഞാൻ അംഗീകരിക്കൂല. കാരണം ലാ യുസ്താദു ബി മഖ്ലൂഖിൻ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മഖ്ലൂഖിനോട് സഹായം തേടൂല. ഖുർആൻ അള്ളാഹിൻ്റെ സൃഷ്ടിയാണെങ്കിൽ ഖുർആൻ തൊട്ട് സത്യം ചെയ്ത ശിർക്കാവൂലേ? അഊദു കലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ഹദീസ് ഉദ്ധരിച്ചാണ് അദ്ദേഹം ഗണ്ണിച്ചത്. അഊദു ബി കലിമാത്തില്ല, ഞാൻ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ കൊണ്ട് ഞാൻ റബ്ബിനോട് രക്ഷ തേടുന്നു. എന്താ കലിമാത്ത് പറഞ്ഞാൽ? സമസ്തക്കാർ പറയുന്നത് അൽ അർവാഹുൽ ആലമുൽ അംബിയാ, അംബിയാക്കളും ഔലിയാക്കളും അർവാഹിലുള്ള അല്ല ആലമുൽ ഗൈബിലുള്ള. അവിടെ അതല്ല, കലിമാത്ത് തന്നെ അള്ളയാണ്, അള്ളാഹിൻ്റെ സിഫത്താണ്. കുൻ ഫയക്കൂൻ എന്ന സിഫത്താണ്. അപ്പോൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു അതിനർത്ഥം. ആ അത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ എന്ന അള്ളാഹിൻ്റെ കലാമാണ്, സൃഷ്ടിയാന്ന് പറഞ്ഞാൽ അപകടമാണ്. അതിന് ആദർശം പൊളിയും. ഇപ്പോൾ ഇന്നത്തെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്താ ഇപ്പം ജിന്നിനോട് സഹായം തരല് ശിർക്കാണോ അല്ലേ? ആണ്ട് എത്താപ്പം അതിനൊക്കെ തർക്കിച്ച ആ ഒരു ഇസ്തിഹാസമല്ലേ? എന്നാൽ ഇതേപോലെ അഹമ്മദ് ഹംബലിനോട് ജനങ്ങൾ പറഞ്ഞുകൂടെ, എത്ര വിലക്ക് സൃഷ്ടിയല്ലേ, അതിനൊക്കെ ഇപ്പം നിങ്ങൾ ഇത്രയും കാലം അടി കൊള്ളണം, ജയിലിൽ പോകണോ, വാദിക്കണോ, ഗ്രന്ഥം എഴുതണോ? എഴുതി. അങ്ങനെ തർക്കിച്ച മനുഷ്യന്മാർ പിന്നെ ഇൽമുൽ കലാമിലെത്തി. ഇൽമുൽ കലാമിലൂടെ ഫൽസഫയിലെത്തി. ഫൽസഫയിൽ നിന്ന് മുഅ്തസിലിയായി, അശ്ശരിയാക്കളായി. ആ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ദർസ് എടുക്കുന്ന കാലത്ത് ഈ ചോദിച്ച കൗമുണ്ടല്ലോ, ഓര് പിന്നെ സദസ്സിലുണ്ടായിരുന്നു. അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിൽ ഇസ്തവ ചെയ്തു. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അതിന് മലയാളം പോലും പറയാൻ പാടില്ല, ഉപവിഷ്ടനായി എന്ന് പോലും പറയാൻ പാടില്ല എന്നാ അഹ്ലുസുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ച്. അള്ളാഹിൻ്റെ സിഫത്തുകളെ തഅ്വീൽ ചെയ്യാൻ പാടില്ല, തംതീൽ ചെയ്യാൻ പാടില്ല, തശ്ബീഹ് ചെയ്യാൻ പാടില്ല. അഹ്ലുസുന്ന ആ ഖൗൽ എങ്ങനെ വന്ന ആ അസ്മാഉ സിഫാത്ത് അങ്ങനെ തന്നെ പറയാം, വിശ്വസിക്കുക, ഖലാസ്. ഇത് വ്യാഖ്യാനിച്ച് ഒപ്പിക്കലാണ് മുഅ്തസിലയുടെ പണി, ശരിയുള്ള പണി. ആ സദസ്സിന് അർ റഹ്മാൻ അലൽ അർശി ഇസ്തവാന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് ഒരു ഹമുക്ക് നീച്ച് നിന്നിട്ട് പറഞ്ഞു, കൈഫ ഇസ്തവ യാ ശൈഖ്,
അള്ള ഇരുന്നു എന്ന് പറഞ്ഞാൽ പോലെ എങ്ങനെയെന്ന് ചോദിച്ചു, അതിൻ്റെ കൈഫിയത്ത് ചോദിച്ചു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുഖം ചുവന്നു, ശബ്ദമിടറി, കോപാകുലനെ അദ്ദേഹം പറഞ്ഞു, കിതാബിൽ കാണാം, അൽ ഇസ്തിവാ മഅലൂമുൻ, അള്ളാഹുവിൻ്റെ ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അത് മഅലൂമാണ്, ഖുർആൻ പറഞ്ഞതാണ്. വൽ കൈഫിയത്ത് മജ്ഹൂലുൻ, അതിൻ്റെ കൈഫിയത്ത് മജ്ഹൂലാണ്, എങ്ങനെയും ചോദിക്കാൻ പാടില്ല. കാരണം നമുക്കറിയില്ല, ആലമിൽ ഗൈബിലുള്ള നമുക്ക് അദൃശ്യ ലോകത്തുള്ള വിഷയം നമുക്ക് ഖുർആൻ ഹദീസ് പറയാത്ത പിന്നെ എങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ബുദ്ധി അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അൽ ഈമാൻ ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ എന്താണ്, നിർബന്ധവുമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് വിശ്വത്തിൻ്റെ കരുവാരെ കൊണ്ട് മൗലവി ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് നൽകാനുള്ള ഒന്നാമത്തെ മറുപടി. അസ്സുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കൽ ബിദ്അത്താണ്. അപ്പോൾ ആ ചോദ്യകർത്താവ് ആരാണ്? ബിദ്അത്ത് പുത്തൻവാദിയാണ്. പുത്തൻവാദിയെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞെന്താണ്? കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റില്ല, സ്വത്ത് ഹരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഓനെ മുസ്ലിമായി അംഗീകരിക്കാൻ പറ്റില്ല, മുസ്ലിം അഹ്ലും അറിയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബിദ്അത്തുകാരൻ്റെ ഇതാണ്. ഇന്ന സമസ്തക്കാരെ ഹുക്കുമല്ല കേട്ടോ, സമസ്തക്കാരെ പറ്റി ബിദ്അത്താണ്, ആ ബിദ്അത്തല്ലത്. അഹ്ലു സുന്നയിൽ നിന്നും പിഴച്ചുപോയ 4 കക്ഷികൾ, ഖവാരിജികൾ, മുഅ്തസിലികൾ, ഷിയാക്കൾ, അതുപോലെ മുർജിയാക്കൾ, ഇവരെ വിധിയാണത്. ആ വിധിയാണ്. അതുകൊണ്ട് അഖ്രിജു ഹാദൽ മുബ്തദി, ഈ പുത്തൻവാദിന്റെ സാഹസിൽ നിന്ന് പുറത്താക്ക്, ഇനി അവർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല. ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞാണ്. ശരിക്ക് ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ തന്നെ പുറത്തു പോകുന്ന അവസ്ഥയല്ലേ ഷെരീഫ് കരുവാരെ കൊണ്ട് മൗലവി നിങ്ങൾ ഈ പറഞ്ഞ വർത്താനം? നിങ്ങൾ ഈ അനുയായികളെ എവിടുക്കാൻ കൊണ്ടുപോകണത്? ഇതേ ചോദ്യം സിറാജ് ബാലിശ്ശേരി ചോദിക്കുന്നുണ്ട്. ശബ്ദം കേൾക്കുമ്പോൾ അവർ അള്ളാഹു തആലയാണ് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നത്. എന്തൊക്കെയാണ് ചോദ്യം? ഹയ്യും ഹാദറും കാദറുമായൊരു അള്ളാഹ് എന്ന് പറയാൻ പാടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാദറായിട്ടാണ് നമുക്ക് അള്ളാഹിനോട് നമ്മൾ സഹായം ചോദിക്കണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖാദിർ എന്ന ഖുദ്റത്ത് സിഫത്ത് നമ്മൾ കണ്ടിട്ടാണ് ചോദിക്കണത്. ശബ്ദം കൊണ്ടോ നേര് കൊണ്ടോ വെളിച്ചം കൊണ്ടോ അള്ളാഹു ഇടപെട്ടാൽ മാത്രമേ നമുക്കൊരു കാര്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഭൗതികമായ കാര്യമാകട്ടെ, ഭാരതത്തിൻ്റെ പുറത്തെ കാര്യമാകട്ടെ, അത് ചോദിക്കാൻ അള്ളാഹിൻ്റെ നേരും വേണ്ട, ശബ്ദവും വേണ്ട, ഒരു അള്ളാഹ് അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കും വേണ്ട. അത് നമ്മളെ ഫിത്രത്തിൽ അള്ളാഹു തആല ഊട്ടിത്തന്ന വിശ്വാസമാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് കൃത്യമായ വിശ്വാസം ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിൽ പഠിച്ചിട്ട് ഇറങ്ങി തിരിച്ച് നിങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിങ്ങൾ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യവുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മുർജിയാക്കളെയും ഇൽമുൽ കലാമിൻ്റെ ആളുകളെയും അതേപോലെ തന്നെ ശരീഅത്തിനെയും എങ്ങനെ ഞങ്ങൾ നേരിട്ടോ അതുപോലെ ഞങ്ങൾ നേരിടും. വഴി തെരുവുകളിൽ വെച്ച് ഞങ്ങൾ പ്രതിക്കൂട്ടിൽ ചേർക്കും. നിങ്ങൾ ചോദിച്ചതാണ് ചോദിച്ചു, ഇനി മേലാക്കമ്മാലത്തെ ചോദ്യം ഒരാളുകൾ ചോദിക്കരുത്. ഇനി രണ്ടാമത്തെ കേട്ടോളി. പിന്നെ ഇത് ഒരു അനുബന്ധം കൂടെ പറയാം. പണ്ട് ഒരു ചോദ്യം ചോദിച്ചു, മൊയ്തീൻ ഷെയ്ഖിന് നമ്മളെ ജീവിതത്തിൽ വന്ന് ഇടപെട്ട് പിന്നെ നമ്മളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എല്ലാം കൈവിണ്ടെന്നാണല്ലോ വിശ്വസിക്കുന്നത്. എങ്കിൽ മൊയ്തീൻ ഷെയ്ഖിൻ്റെ പേരിൽ എഴുതപ്പെട്ട മാലി മൗലൂദും ഖുറാഫാത്ത ഷിർക്കാന്ന് പറയണേ ഈ സ്റ്റേജ് ആണ് പൊളിയട്ടെ മൊയ്തീൻ ഷെയ്ഖിന് കൈവിണ്ടെങ്കിൽ എന്നാണ്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മൗലവി ചോദിച്ചാണ്. അപ്പോൾ തിരിച്ചപ്പുറത്തുനിന്ന് ഒരു മൗലവിയാണ് എന്ത് നിങ്ങൾ പറഞ്ഞ അള്ളാഹു തആല നമ്മളെ ഇടപെടും, അള്ളാഹു സഹായിക്കൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ. അള്ളാഹ്ക്ക് കൈവിണ്ടെന്ന് നമ്മളൊക്കെ അംഗീകരിക്കുന്നുണ്ട്, പല ആൾക്കാരെ ഭൂമിയിൽ താത്തിയതുമാണ്. എന്നാൽ ഈ സ്റ്റേജ് നിങ്ങൾ അള്ളാഹ്ക്ക് ഇപ്പോൾ പൊളിക്കട്ടെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇപ്പോൾ പൊളിക്കുക, സ്റ്റേജ് പൊളിയട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്നാൽ അള്ളാഹ് തന്നാണ് പൊളിക്കട്ടെ. ഇങ്ങനെ യുക്തിവാദം ചോദിച്ച ചോദ്യമാണ് ഈ ചോദിച്ചത്. രണ്ടാമത്തെ കേട്ടോളി. രണ്ടാമത്തെ ചോദ്യം, കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദത്തിൽ കാന്തപുരം മുസ്ലിയാർ ഷിർക്കിന്റെ നിർവചനം ചോദിച്ചപ്പോൾ, അഥവാ ഷിർക്കിന്റെ തഅരീഫ് ചോദിച്ചപ്പോൾ മുജാഹിദ് പക്ഷത്തിൽ നിന്നും മർഹൂം AP അബ്ദുൽ ഖാദിർ മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു മറുപടി, അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കലാണ് ഷിർക്ക് എന്നാണ്. എങ്കിൽ അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, അപ്പോൾ അള്ളാഹിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കലാണ് ഷിർക്ക് എന്ന് ഷിർക്കിൻ്റെ താരീഫ് ചോദിച്ചപ്പോൾ AP അബ്ദുൽ ഖാദിർ മൗലവിയോട് അവർ പറഞ്ഞു, അല്ലെങ്കിൽ AP അബ്ദുൽ ഖാദിർ മൗലവി അവിടെ അങ്ങനെ ആ സംവാദത്തിൽ സംസാരിച്ചു. കൊട്ടപ്പുറം സംവാദം. കൊട്ടപ്പുറം സംവാദത്തിൻ്റെ ഒരു പേര് പറയാൻ നിങ്ങൾക്ക് അർഹത ഉണ്ടോ? കാരണം കൊട്ടപ്പുറം സംവാദത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടാൻ പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ മൗലവി ചോദിച്ചപ്പോൾ ഉണ്ട് മൗലവി ഉണ്ട് എന്നും പറഞ്ഞ് ആദ്യം തന്നെ വസൽമൻ റസല്ല എന്ന് പറഞ്ഞ ആയത്ത് കൊട്ടപ്പുറത്ത് ഓതിയ ആളാണ് AP അബ്ദുൽ ഖാദിർ മൗലവി. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഓതിയപ്പോൾ തഫ്സീർ ജലാലൈനി എടുത്തിട്ട് വ്യക്തമായിട്ട് മുജാഹിദ് പക്ഷാണ് പൊളിച്ചാണ് കൈ കൊടുത്തു. അത് അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചവരോട് തേടിയെന്നല്ല,
അത് മിഅ്റാജ് ഇസ്രാ യാത്രയിൽ 1.25 ലക്ഷം പ്രവാചകന്മാരെ ഹയാത്താക്കിയപ്പോൾ ചോദിച്ചതാണ് എന്ന് ഒന്ന്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. എന്താ കാരണം? അജ്അൽനാ മിൻ ദൂനി റഹ്മാനി ആലിയത യുഅബദൂൻ. അതിൻ്റെ അപ്പുറത്തെ ആയത്ത് ഓതിയ ഈ വാദം പൊളിയും. അഥവാ ഷിർക്കിനെതിരെ അല്ലാഹു തആല ഇറക്കിയതാണ്. തൗഹീദിനെ മുറിക്കുന്ന ആദർശത്തിനെതിരെ ഷിർക്കൽ വിശ്വാസത്തിനെതിരെ ഇറക്കിയ ആയത്താണ്. അതിൻ്റെ കഷ്ണം ഓതി. അതന്നല്ലേ നിങ്ങൾ കൊട്ടപ്പുറത്ത് ഓതിയ അതേ പണിയല്ലേ കോയിച്ചേനയിൽ ഫൈസൽ മുസ്ലിയാർ എടുത്ത പണി? ഹാദറും ഹയ്യും കാദറുമായ ശൈത്താനോട് സഹായം തേടുന്നതിൽ ഷിർക്കാകാത്തൊരു ഇനമുണ്ട് എന്നതിന് എന്താണ് ഖുർആനിലെ ദലീലെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആയത്ത് ഓതിയ സൂറത്ത് അൻആം 128 ആയത്ത്. അത് തൊള്ളി തോന്നുന്ന അർത്ഥം പറഞ്ഞാൽ പോരാ മൗലവി മുസ്ലിയാരെ. അങ്ങനെ ആര് പറഞ്ഞു? പിടിച്ചോളൂ സുല്ലമി ഇബ്നു അബ്ബാസ് പറഞ്ഞു. എവിടെ പറഞ്ഞു? തഫ്സീർ ഖുർത്തുബിയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ജിന്ന് പിശാചുക്കളോട് സഹായം തേടുന്നതിൽ ഷിർക്കാകാത്തൊരു ഇനമുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ആയത്ത് എവിടെ? ആ അർത്ഥം എവിടെ? തഫ്സീർ ഖുർത്തുബിയിൽ എവിടെ? ഇബ്നു അബ്ബാസ് പറഞ്ഞോ? ഇല്ല. എന്നിട്ട് പറയാനുണ്ട് ഇസ്തിംദായിലാണ് ഈ ആയത്ത് ഓതിയത്, അല്ലാതെ ഇസ്തിയാനത്തിനല്ല. എന്നിട്ട് പിന്നെ ഒരു ഉരുണ്ട് പറയുന്നത് ഇസ്തിംദായിൽ ഇസ്തിയാനത്ത് പെടില്ല എന്ന വാദമുണ്ടോ? അപ്പോൾ ഖുർആനിന് പച്ചക്ക ആയത്ത് ഓതി വ്യാഖ്യാനം ചെയ്ത നിങ്ങൾ സീനിയർ കാന്തപുരം എന്നാണ് പറയേണ്ടത്, ജൂനിയർ അല്ല. ജൂനിയർ കാന്തപുരം എന്നാണ് പലരും പറഞ്ഞത്. അല്ല, അത് മാറ്റി സീനിയർ കാന്തപുരം പറയണം. കാരണം അത്ര വലിയ ദുർവ്യാഖ്യാനം ചെയ്ത് എന്നിട്ട് ഈ മനുഷ്യനെ പിന്നെയും വേദിയിൽ കൊണ്ടെടുക്കാനുള്ള ഈ സൈദ്ധാന്തികനെ അല്ലേ? ഇയാളാണ് ഇത്ര ഉമ്മത്തിനെ മുജാഹിദ് കുടുംബത്തിലെ വിശ്വത്തിലെ തകരാറാക്കിയത്. ഭൗതികാബോധിയും കൂട്ടിക്കുവച്ച് ചെറിയ മുണ്ടത്തിൻ്റെ ബുക്കും കുഞ്ഞിമാൻ്റെ പുസ്തകവും അമാനുവലിൻ്റെ പുസ്തകവും സകല പുസ്തകവും കൊണ്ടുവന്നിട്ട് ഈ പ്രാർത്ഥനാ നിർവചനം മാറ്റിമറിച്ച് സൃഷ്ടികവും മനുഷ്യകവും കൂട്ടിക്കുവച്ച് ഉമ്മത്തിനെ ബാത്തിലാക്കി. എൻ്റെ വാപ്പ മമ്പറ മക്കാമിലെ പൂജാരിയാണ് എന്ന് പ്രസംഗിച്ചപ്പോൾ ഒന്നുകിൽ ആ കുരുത്തക്കേട് അല്ലെങ്കിൽ ആ പൂജാരിയിൽ നിന്നും കിട്ടിയ നുത്തഫ, അതുകൊണ്ട് നിങ്ങൾ ആ സ്വഭാവങ്ങൾ കേനവിൽ നിന്നപ്പോൾ കാട്ടിയിട്ടില്ല. വിസ്റ്റം എന്ന പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ നിങ്ങൾ ആ തനിച്ച ആ ഷിർക്കിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഇവിടെ എടുക്കുന്ന പണി ഉണ്ടല്ലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 25,000-ഓളം വരുന്ന 25 ലക്ഷമാണോ 25,000 25 ലക്ഷം എന്ന് പറയപ്പെടുന്ന അള്ളാഹുവാനോ ബനു ഇസ്രായേൽക്കാരെ ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആ ഷിർക്കിന്ന് രക്ഷപ്പെടുത്തി തൗഹീദ് ഉൾക്കൊണ്ട് കയ്യും കാലും എതിർചേരിയിൽ വെട്ടിയിട്ട് പോലും അത് കണ്ടിട്ട് പോലും ആദർശം ഉറച്ചു നിന്ന അത്ര തൗഹീദ് ബനു ഇസ്രായേൽക്കാരായിട്ട് മൂസാ അലൈഹി സ്വലാം കൊണ്ടുവന്നു. അവിടെ നിർത്തി ദേവത്തെടുത്തി കുറച്ചപ്പോൾ 40 ദിവസത്തിന് അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി തൗറാത്ത് വാങ്ങാൻ. ആ 40 ദിവസം കൊണ്ട് ആ തൗഹീദിലെ മനുഷ്യന്മാരെ ഷിർക്കിലേക്ക് കൊണ്ടുപോയ ആളാണ് ഈ സാമിരി പണ്ഡിതൻ. ആ സാമിരിയുടെ തനതായ അഭിനവ സാമിരിയായി ഈ ഫൈസൽ മുസ്ലിയാർ മാറിയിട്ടുണ്ട്. നിങ്ങൾ സാമിരിനെ പണിയപ്പെടുക്കണേ. അപ്പോൾ കൊട്ടപ്പുറം സംവാദത്തിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി ചോദിച്ചാൽ അല്ലെങ്കിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് വിശദീകരണം കൊടുത്ത അള്ളാഹുടെ സിഫാത്ത്, ആ സിഫാത്ത് വെച്ചിട്ട് നിങ്ങളെ വിശ്വാസം ഷിർക്കാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നത് ആ ചോദ്യം ഒന്ന് കേട്ടോളി. വിവാദത്തിന് ഇടയാക്കിയ ഹദീസ് ദുർബലമാണെന്നും അതുകൊണ്ട് തന്നെ പ്രസ്തുത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യാൻ പാടില്ലെന്നും ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്താൽ അത് ഹറാമും വസീയത്ത് ശിർക്കുമാകും എന്നും പണ്ട് മുതലേ സലഫികൾ പറഞ്ഞ ആ ഹദീസ് വെച്ച് ഇവിടെ വലിയൊരു തട്ടിപ്പ് മുമ്പ് നടത്തിയിട്ടുണ്ട്. വിവാദത്തിലിരിക്കുന്ന പ്രസ്തുത ഹദീസ് വിവാദത്തിലായത് എന്നാ അത് പിന്നെ 100 കൊല്ലം മുമ്പേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടാൻ ഖുറാനിലൊരു തെളിവുമില്ല, സ്വഹീഹ് ഹദീസിലുമില്ല. പിന്നെ ആകെ ഉള്ളത് ഈ വാറൽ ഹദീസാണ്. അതിനെന്താ ഉള്ളത്? യാ ഇബാദുള്ള ഈസൂനി എന്ന് വിളിക്കണം. അപ്പോൾ അവിടെ ഈ സമസ്ത പണ്ഡിതന്മാർ ആലമുൽ അർവാഹിലെ ഔലിയാക്കൾ അഥവാ ആത്മാവുകളുണ്ട്, അതുകൊണ്ട് അവരെ വിളിക്കണം, അവരെ സഹായം കിട്ടുമെന്നാന്നും പറഞ്ഞ് ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ അവിടെ ഹയ്യും ആദറും കാദറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ വിളി എന്താണെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞത് ഉലമാക്കൾ. അത് നമ്മളെന്തിനാ വലിച്ചുകൊണ്ടിരുന്നത്? നമുക്കെന്താ അത് ജായിസാന്നാണ് പറഞ്ഞത് പണ്ഡിതന്മാരൊക്കെ. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചാൽ ഷിർക്കും ആവില്ല, വസീയത്ത് ഷിർക്കും ആവില്ല, ഹറാമാവില്ല. നിങ്ങളെ വാദം എന്താ? ജിന്നോട് സഹായം തേടിയ ഷിർക്കല്ല, വസീയത്ത് ഷിർക്കാണ്, ഹറാമാണ്. അപ്പോൾ പിന്നെ ഇമാം അഹ്മദ് ഹംബൽ വസീയത്ത് ഷിർക്ക് ചെയ്തോ? ഇമാം അഹ്മദ് ഹംബൽ പിന്നെ ഹറാം ചെയ്തോ എന്ന് തിരിച്ചു ചോദിക്കാമല്ലോ. കൂട്ടരെ ഓല ആര് ജിന്നെ സഹായിക്കണേ മലക്കേനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഓല കിതാബിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഓല പേരിൽ ശിഷ്യന്മാരെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ വാറൽ ഹദീസുകൾ കൊണ്ടേ? നിങ്ങൾക്ക് അതിന് എന്ത് ചാറ കിട്ടാനുള്ളത്? വണ്ടി ഇടിച്ച് ചത്ത ഒരു മൂരിക്കുട്ടനെ കൊണ്ടുപോയിട്ട് കുറുമ വെച്ചാൽ കൂട്ടാൻ പറ്റുമല്ലേ? ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ഹറാമല്ലേ?
അത് ശവല്ലേ, നമുക്ക് തിന്നാൻ പറ്റുമോ? കയ്യിൻ്റെ ഉള്ളണികളിൽ നിന്ന് രോമം മുളച്ചാൽ തടവണോ വേണ്ടേ ചർച്ച? ഈ ചർച്ച മതി. അപ്പോൾ ഇത് എന്തിനാ ലൈഫായ ഹദീസ് തോട്ടുകളെ വലിച്ചെറിയാണെന്ന് അറിയില്ലാതെ അതുകൊണ്ട് എന്താ അമല? അതുകൊണ്ട് എന്ത് കായിക ഉണ്ടാക്കാൻ പറ്റുക? മാത്രമല്ല ജബ്ബാർ മൗലവി എഴുതിയതാണ് വിവാദ പരാമർശം, അല്ലാതെ ഹദീസല്ല. എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ മൂപ്പർ ഒരു തിരികെ കയറ്റുന്നത് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ജിന്നുകളുള്ള ഈ സഹായത്തേട്ടം വസീലത്ത് ശിർക്കുമാണ്, ഇതിന് മത്തിൽ ശിർക്കില്ല. വസീലത്ത് ശിർക്കാന്ന് പറഞ്ഞാൽ ജായിസാണ് ഹദീസിലുള്ളത്. അതിന് ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്താൽ അത് വസീലത്ത് ശിർക്കും ആവില്ല, ഹറാമും ആവില്ല എന്നങ്ങനെ വാദം. അതങ്ങൾ വായിക്കുന്ന കിതാബിലൊക്കെ ഉള്ളത് ജായിസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റൂല. ജബ്ബാർ മൗലവിനോട് ചോദിച്ചു യായ് ബാദുള്ള എന്ന ഹദീസ് അനുസരിച്ചാണോ നിങ്ങൾ ലേഖനം എഴുതിയത്? അദ്ദേഹം പറഞ്ഞു യായ് ബാദുള്ള ഹദീസ് ഞാൻ തൊട്ടിട്ടില്ല, എനിക്കതായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ ഉദ്ദേശത്തിലുമല്ല എഴുതിയത്. അപ്പോൾ ഇതൊരു പുതിയ കായികയാണ്, പുതിയ ഉസൂലാണ്. അതിന് ഖുർആനും ഹദീസും നിങ്ങൾ തെളിവ് കൊണ്ടുവരാതെ നിങ്ങൾ ഈ കിതാബ് വായിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് അതിലൊരു ചർച്ച ഇവിടെ നടക്കണമില്ല, അവിടെ ആവശ്യമില്ല. ഇനി ബാക്കി കേട്ടോളി. ഒരാള് പ്രവർത്തിച്ചാൽ അമൽ ചെയ്താൽ അയാൾ അള്ളാഹുവിന്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലിലാണോ പങ്കുചേർക്കുന്നത്? പറയാൻ സാധ്യതയുള്ളൊരു മറുപടി നമുക്കറിയാം, അത് പറയട്ടെ. അപ്പൊ അങ്ങനെ വന്നത് ഞാൻ അറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ മാതിരിയുള്ള പോയത്താപ്പ്. പറയാൻ സാധ്യതയുള്ള മറുപടി നമുക്കറിയാം, അത് പറയട്ടെ, അപ്പം നോക്കാം. ചെങ്ങമരങ്ങൾ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണോ ഈ ദീനുൽ ഇസ്ലാമായിട്ട് നടക്കണേ? നിങ്ങളിപ്പോൾ ഈ വാദം ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹുവിനോട് സഹായം തേടുന്നതിൽ ശിർക്കുണ്ടോ, വസീൽ ശിർക്കുണ്ടോന്നോ, അതല്ല ശൈത്താനോട് തേടുന്നതിലുണ്ടോന്നോ? നിങ്ങൾ സമസ്തക്കാരൻ തമ്മിൽ എന്താ വ്യത്യാസം? ഓന് മഹാത്മാക്കളോട് ജായിസാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കൽ. ഒരു സംഭവം നടന്ന മണിക്കൂറുകളായ തോതിൽ ഇതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ഈ ചോദിക്കണം ഇവ എന്തിനാ അയ്യ മാതൃ കാലത്തിന് ശൈത്താനോട് ചോദിച്ചാൽ ശിർക്കാവോ ഇല്ലേന്ന് വാദിക്കാൻ. കേരളത്തിൽ വിചാരിച്ച് പരിശ്രമിക്കണം എന്തിനാ? ഏത് സഹായത്തായിട്ട് അള്ളാഹ്ക്ക് കൊടുക്കുകയും. അപ്പോൾ ആരാണ് അള്ളാഹിൻ്റെ പാർട്ടി, ആരാ ശൈത്താൻ്റെ പാർട്ടി? ഇത് വ്യക്തമല്ലേ? അപ്പോൾ ഇനി ഈ ഹദീസ് അനുസരിച്ച് ഒരാൾ അമൽ ചെയ്താൽ അയാൾ അള്ളാഹിൻ്റെ ഏത് സിഫത്തിലാണ് പങ്കു ചേർത്തതെന്ന്. ഈ ഹദീസിൻ്റെ ആശയത്തിൽ ഒരാൾ മരുഭൂമിയിലെത്തി ജിന്നെ എന്നെ സഹായിക്കണേ, മലക്കേ എന്നിൽ നിന്ന് വഴി കാണിച്ചെന്നെ തേടിയാൽ അള്ളാഹുവിൻ്റെ ഖാദിർ എന്ന സിഫത്തിൽ പങ്കു ചേർത്തു പിടിച്ചോ. കാരണം എന്താ? ഖുർആൻ പറഞ്ഞു ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും. നിങ്ങളവരെ വിളിച്ചാൽ മഹാത്മാക്കൾ പെട്ടു, മരം കല്ല് പെട്ടു, ജീവനുള്ള ജിന്നും മലക്കും പെട്ടു. ലാ യസ്മഉ ദുആക്കും, നിങ്ങളെ സഹായത്തായിട്ട് കേൾക്കാൻ ഓർക്ക് കഴിയൂല. എന്നാൽ ആ വിളി കേൾക്കും, ദുആ ഒരു കേൾക്കൂല. വൈസംസിയാൽ പറഞ്ഞില്ലേ, ദുആ കേട്ടാലും വിളി കേട്ടാലും മസ്തജാബൂലക്ക്, അള്ള ഉത്തരം പറഞ്ഞു, ഓർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. അപ്പോൾ ദുആക്ക് ഉത്തരം നൽകാൻ കഴിയുന്നവൻ ആരാണ്? അള്ളാഹു തആല മാത്രമാണ്. ആ ദുആക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ സിഫത്തിനെ ഷെയ്ത്താന് വകവെച്ചു കൊടുത്തു. അപ്പോൾ മസ്തജാബൂലക്ക് എന്ന് അള്ള പറഞ്ഞ ആ ഒരു കാര്യത്തെ മറികടന്ന് ഷെയ്ത്താൻ ഖാദിറാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പം എവിടെയാണ് നിങ്ങൾ പങ്കു ചേർത്തതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഖാദിർ എന്ന സിഫത്തിലാണ്. ഈ ഹദീസ് വഴി നിങ്ങൾ ജിന്നെ രക്ഷിക്കണം മരക്കെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അള്ളാഹിൻ്റെ ഖാദിർ എന്ന സിഫത്തിൽ പങ്കു ചേർത്തു. ഇനി മറുപടി കിട്ടിയില്ല എന്ന് പറയരുത്. ഇനി അടുത്തേ കേട്ടോളൂ. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അബ്ദുറസാഖ് സുല്ലമിയും ഷറഹ് നൽകിയ സലീം സുല്ലമിയും ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഐക്യത്തിലൂടെ ഇപ്പോൾ ഉള്ളിൽ കയറിയവരും പഴയ തറവാട്ടുകാരും കൂടി മറുപടി പറഞ്ഞാൽ ഒരു മാളത്തിൽ കഴിയുന്ന 2 പാമ്പുകളിൽ ഒന്ന് പുറത്തു ചാടും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എങ്ങനെങ്കിലും ഇതിനൊരു കുത്തിത്തിരിപ്പുണ്ടാക്കണം, അതാണ് ഉദ്ദേശമാകെ. ജനങ്ങൾക്ക് തൗഹീദ് കിട്ടണം, ഈ വിഷയത്തിൽ ക്ലാരിഫിക്കേഷൻ കിട്ടണമെന്നല്ല. കരുവാനെ കൊണ്ട് മൗലവി എന്ന ഷെരീഫ് വിസ്റ്റത്തിൻ്റെ സൈദ്ധാന്തികൻ ഖത്തീബ് പണ്ഡിതൻ മൂപ്പരെ നീയത്ത് എന്താണ്? ഫിത്തന ഉണ്ടാക്കണം, ഉള്ളിൽ നിന്ന് പുറത്ത് ചാടും. എന്ത് ചാടുന്നത്? ഇപ്പം ഞാൻ കേരള തുഞ്ചാതിലേക്ക് വന്നിട്ട് 1 മാസമായി. കേരളമിൻ്റെ വേദിയിലല്ലെങ്കിലും ഞാൻ കേരള തുഞ്ചാതി വെച്ച് വിടുന്ന ആശയാദർശങ്ങൾ പറയുന്ന ആളാണ്. ഇപ്പം ഞാൻ ഈ സംസാരിച്ചിട്ട് ഇതിനുള്ളിൽ ആരെ പുറത്ത് ചാടുക? ഇപ്പം നിങ്ങൾ ഈ ചോദ്യം ഞാൻ മറുപടി ഒന്നല്ലോ, ഏത് സിഫത്തിലെ പങ്ക് ചേർക്കുക? ഇത് പറഞ്ഞാൽ എന്ത് ഭിന്നിപ്പാണ്ടാകുക? മർക്കസ് സാബക്കാർ ഇസ്ലാം പ്രസ്ഥാനക്ക് ലയിച്ച ആ ആൾക്കാരും ഇതിൽ വന്ന പഴയ കേരളമാർ തമ്മിൽ അടിയുണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ ഫിത്തനല്ല വൈദാ കീലലവും ലാ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ ഫിത്തന ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ പറയുന്നത് കാലു ഇന്നമാനഹാനും മുസ്ലിമോൻ, ഞങ്ങൾ ഇസ്ലാമിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഇസ്ലാം പ്രസ്ഥാനക്കാരാണെന്ന് ഒരു വർത്താനം പറയും. പക്ഷെ നിങ്ങൾ ഇസ്ലാം പ്രസ്ഥാനക്കാരല്ല, നിങ്ങൾ വിസ്റ്റമാണ്. വിസ്റ്റം എന്ന പേരെന്നെ ഒന്ന് സൈറ്റിൽ അടിച്ചു നോക്കിയാൽ ഇവിടുന്ന് ആ പേരെടുത്തത്. നിങ്ങളറിയാതെ സത്യത്തിൽ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന അള്ളാഹിൻ്റെ കോപത്തിന് വിധേയമായ വിഭാഗത്തോട് സാമ്യം ചേരുന്നുണ്ട്. നിങ്ങൾ അതിൽ വിടലുണ്ട്. അപ്പം അതുകൊണ്ട് സലീം സുല്ലമിയും റസാഖ് സുല്ലമിയും ഒന്നും വേണ്ട അതിന് മറുപടി തരാം. സാഹിത്യരംഗാണെന്ന് ഞാൻ തന്നെ അള്ളാഹിനെ തോഫിക്കൊണ്ട് മതി.
സംവാദത്തിന് വിളിക്കണ്ട, കായക്കോട് വിളിച്ച സംവാദം അതിക്ക് ചെല്ലി, പിന്നെ ഞാൻ വിളിച്ച സംവാദം അത് ചെല്ലി. ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ കഴിഞ്ഞിട്ടുള്ള തേർഡ് കിട്ട വണ്ടി ഇപ്പോൾ തന്നെ തേർഡ് കിട്ട് വണ്ടി ഓട്ടുക. അതവിടെ വെക്കട്ടെ, എൻ്റെ അത്ര ബേജാറ് കേൾക്ക്. അപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഇതിന് മറുപടി പറയാന്നുള്ളതാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. സുല്ലമിനെ എപ്പോഴും പുറത്താക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫിത്തന ഉണ്ടാക്കാൻ നടക്കേണ്ട, ബാക്കി കേട്ടോളൂ. കഴിയുന്ന 2 പാമ്പുകളിൽ ഒന്ന് പുറത്തു ചാടും എന്ന കാര്യത്തിൽ സംശയമില്ല. മറുപടി വരട്ടെ ഉണ്ടെങ്കിൽ. ശരി, 3ാമത്തെ ചോദ്യം. വിവാദത്തിനിടയാക്കിയ ഹദീസ് പണ്ഡിതന്മാർ അഥവാ ഹദീസ് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള സുല്ലമിമാരും അല്ലെങ്കിൽ മദനിമാരും ഈ പ്രസംഗകരെ പ്രഭാഷകരെ അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് പൂർവികരായ മുഹദ്ദിസുകൾ, ഇമാമിങ്ങൾ ഈ ഹദീസ് സ്വഹീഹാണോ അല്ല ദഈഫാണോ എന്ന് പരിശോധിച്ചത് എന്തുകൊണ്ടാണ്? സ്വഹീഹാണ് അല്ലെങ്കിൽ ഹസനാണ് ഈ ഹദീസ്, അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വെച്ച് അമല് ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും അത് വെച്ച് അമല് ചെയ്ത പണ്ഡിതന്മാരും, അല്ല ഈ ഹദീസ് ദഈഫാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വെച്ച് അമല് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഹദീസ് സ്വഹീഹാണെങ്കിൽ ഒന്ന് ശിർക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഈ പണ്ഡിതന്മാർ ഈ ഹദീസ് പരിശോധന നടത്തിയത്? ദഈഫാണോ സ്വഹീഹാണോ എന്ന് പരിശോധന നടത്തിയതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ഉദാഹരണത്തിന് വ്യഭിചരിക്കുമ്പോൾ, മദ്യപിക്കുമ്പോൾ ഒക്കെ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് കണ്ടു എന്ന് വിചാരിക്കുക. കാണുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും? ചവറ്റുകൊണ്ടിലേക്ക് വലിച്ചെറിയും. ഈ ഹദീസിൽ അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ രാഷ്ട്രീയ മൂപ്പരനെ പനി മറുപടി പറഞ്ഞു. എന്താ? വ്യഭിചരിക്കുമ്പോൾ, കള്ള് കുടിക്കുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ. ഇസ്ലാമിൽ അങ്ങനെ മര്യാദ ഉണ്ടാവില്ലല്ലോ. ഹറാമായ ഒരു കാര്യത്തിന് ഇസ്ലാമിക മര്യാദകൾ എന്ന് പറഞ്ഞിട്ടൊരു മര്യാദ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് ചവറ്റുകൊട്ടിലേക്കാണ് വലിച്ചെറിയും. അതേപോലെ തന്നെ ഇത് ചവറ്റുകൊട്ടിലേക്കാണ് വലിച്ചെറിയാൻ പോലെ ഇഷ്ടം പണ്ഡിതന്മാരെ. ഇത് ആരോളം ഹദീസാന്ന് ഹുസൈൻ സൽവി പറഞ്ഞിട്ടില്ലേ, KP പറഞ്ഞിട്ടില്ലേ, അൽമനാറിൽ പറഞ്ഞിട്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായാലും നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ആദർശമായിട്ട് ഈ ഹദീസ് യോജിക്കോ? നിങ്ങളെ വാദം എന്താ? ജായിസാന ജിന്നുകളോട് സായന്തരം ജായിസാന ആണോ? യാ ഇബാദല്ല എന്ന വിളിയിൽ ചിന്ത ഉദ്ദേശിച്ചാൽ ജായിസാകും ഞങ്ങളുടെ വാദം അല്ലല്ലോ. നിങ്ങളുടെ വാദം വസീലത്ത് ശിർക്കും ഹറാമോ എന്നാണ്. എന്നാൽ ഈ ഹദീസ് നിങ്ങൾക്ക് യോജിക്കൂലല്ലോ. പിന്നെ എന്താ ഇതിനുള്ളിൽ നിങ്ങൾക്ക് മാന്താൻ കിട്ടുക? ഇത് ചവറ്റുകൊട്ടികൾ വലിച്ചെറിഞ്ഞാളേ. ഇതിനെ പറ്റിയല്ല എത്രമാതിരി ഹദീസിനെ പറ്റി പണ്ഡിതന്മാർ പല ചർച്ചയും ചെയ്തുകൾ. അതിനൊക്കെ ഇപ്പോൾ ഷറ എഴുതി മറുപടി പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ നമ്മൾ കൊണ്ടുവരണോ? ആര് പറഞ്ഞാലും കാര്യമില്ല. സ്വഹിയായ ഹദീസ് കൊണ്ടാണ് അമൽ ചെയ്തെങ്കിൽ നമ്മൾ സ്വീകരിക്കും. സ്വഹിയ ഹദീസ് കൊണ്ടാണ് കായിക പറയുന്നത് സ്വീകരിക്കും. അതില്ലെങ്കിൽ എത്ര വലിയ ആലിമുകളും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുള്ള ബഹുമാനത്തോടുകൂടി ആ മാർഗ്ഗം മാറ്റിവെച്ച് നമ്മൾ സ്വഹിയ ഹദീസും സ്വീകാര്യമായ തഫ്സീറും സ്വീകരിക്കുക. എന്തിനാ ഇപ്പോൾ ഈ സമസ്തക്കാർ ചോദിച്ച മാതിരി ഇസ്തിയാസ ജായിസാക്കാൻ വേണ്ടി മെനക്കെടുന്ന മാതിരി ജിന്നുകളുള്ള ഇസ്തിയാനത്ത് വസീൽ ശിർക്ക് ഹറാമാന്ന് പറയാം. മെനക്കെടുക നിങ്ങൾക്ക് എന്ത് ദീനിനോട് പ്രതിബദ്ധത ഉള്ളത്? എന്നിട്ട് ഇമ്മണി വലിയ ചോദ്യമാണെന്ന് പറഞ്ഞ് കൊണ്ടു നിൽക്കുക. അതൊക്കെ ഒറ്റ കുത്തുകൊണ്ട് വീർപ്പിച്ച ബലവും പൊട്ടിക്കുന്ന മാതിരി പൊട്ടിക്കാൻ പറ്റും. ഞാൻ അടുത്ത കേട്ടോളി. ഈ ഹദീസിൽ പ്രാർത്ഥനയില്ല. അഭൗതികമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗത്തിലൂടെ ഒരു സഹായതേട്ടം ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ അതിലില്ല എന്നതുകൊണ്ടല്ലേ ഈ ഹദീസ് പണ്ഡിതന്മാർ പരിശോധനക്ക് വിധേയമാക്കിയത്? അതല്ലെങ്കിൽ മറുപടി പറയണം. ഈ ഹദീസ് പരിശോധിച്ചു പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ, ഇമാമിങ്ങൾ ഈ ഹദീസ് പരിശോധിച്ചു. എന്തിനാണ് പരിശോധിച്ചത്? ഹദീസ് സ്വഹീഹാണെങ്കിൽ ജിന്നിനോട് പ്രാർത്ഥിച്ച് ഒന്ന് ശിർക്ക് ചെയ്യാൻ വേണ്ടിയാണോ ഈ മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാർ ഈ ഹദീസ് പരിശോധനക്ക് വിധേയമാക്കിയത്? ഏതായാലും നിങ്ങൾ പരിശോധിച്ച മാതിരി ഒരൊറ്റ ആലിമ്യങ്ങളും പരിശോധിച്ചിട്ടില്ല. മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ പറ്റി ചർച്ച ചെയ്തതും ഇതുപോലെയുള്ള പല ഹിക്കായത്തുകളെ പറ്റി ചർച്ച ചെയ്തതും ഒക്കെ എന്താണ്? അത് അവർക്ക് കിട്ടുന്ന മേഖല. ഇപ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തഫ്സീറിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഖബറിനടുത്ത് വന്നിട്ട് ഇല്ലലും വംശവും ജാവുക്ക എന്ന് പറഞ്ഞ് പറഞ്ഞൊരു സംഭവം. അതൊക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവരാരെങ്കിലും റസൂലുള്ളാഹിന്റെ ഖബറിനടുത്ത് പോയിട്ട് നിങ്ങൾ അവലാദി വേവലാദി നബിനോട് പറഞ്ഞോളി എന്ന് പറഞ്ഞോ? ഈ കിതാബുകളിലൊക്കെ ഉള്ളത് സുന്നിയാൾ ഉദ്ധരിക്കല്ലേ? ഇത്രമാതിരി ഹദീസ് ഗ്രന്ഥം ഉദ്ധരിച്ച പണ്ഡിതന്മാർ, തൗഹീദുള്ള പണ്ഡിതന്മാർ, ഇവരൊക്കെ പറഞ്ഞ ശിർക്കാണോ ഖുറാഫാത്താണോ, ഇവരൊക്കെ ജനങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊറ്റ മറുപടിയല്ലേ പറയാം അതിന്. എന്ത്? ഖുർആൻ കൊണ്ടും സ്വീകാര്യമായ ഹദീസ് കൊണ്ടും റസൂലിന്റെ സഹാബത്തിന്റെ അസ്ർ കൊണ്ട് നിങ്ങൾ തെളിയിച്ചോളി. അവരവിടെ എഴുതിയതും അവരവിടെ വിശദീകരിച്ചതും അത് അവർ ആ കാലഘട്ടത്തിൽ അങ്ങനെ സംഭവം രേഖപ്പെടുത്തിയെന്നല്ലാതെ അവരാരും അതിനു വേണ്ടി ന്യായീകരിച്ചിട്ടില്ല.
നിങ്ങൾ ഈ വാറൽ ഹദീസിൻ്റെ ചാറും പിടിച്ചുകാണ്ട് വാലും പിടിച്ച് എന്തിനാണ് വരുന്നത്? ഈ ശൈത്താനായ അയ്യും മാതൃ കാതറായ ശൈത്താൻ്റെ ഊഹിച്ചിട്ട് അതിനോട് ഇസ്തിയാനത്ത് നടത്തിയ ഷിർക്കാവൂല, വസീത് ഷിർക്കാവ് എന്ന് പറയാനല്ലേ? ആ ഒരു ഏർപ്പാടിന് ആരും ഹദീസ് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ചർച്ച ഇവിടെ പ്രസക്തമേ അല്ല, അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ 2012 യായ്ബാദുള്ള ഇസ്ലാമാസിയൊന്നുമല്ല, PN അബ്ദുൽ ലത്തീഫ് അലിൻ്റെ സർക്കുലർ വന്ന തീമാണ്. എന്താ തീം? രണ്ടാമത്തെ ഇനം ഹാദറും അയ്യും കാതറുമായ ശൈത്താനോട് അതിന് കയ്യിൽപ്പെട്ടൊരു കാര്യം, മനുഷ്യൻ സഹായം തേടിയാൽ, ഭൗതികമായ സഹായം തേടിയാൽ ഷിർക്കാവൂല എന്നുള്ളതിന് ആയത്തുദ്ധരിക്കണം. വസീത് ഷിർക്ക് മാത്രമാവുള്ളൂ എന്നതിന് ആയത്തുദ്ധരിക്കണം. ഹറാമ് എന്ന ഹുക്കിന് നിങ്ങൾ ഹദീസ് ഉദ്ധരിക്കണം. അത് നിങ്ങൾക്കൊരു ആയത്തും ഹദീസ് ഉദ്ധരിക്കാനില്ല. എന്നിട്ട് പിന്നെ ആ യായ്ബാദിൽ നിന്ന് കൊണ്ടുപോവുക, അതൊന്നും അല്ല വിഷയം. ഇപ്പം കഴിഞ്ഞിട്ട് ഈ പുതിയ സത്യം അഥവാ 18 വർഷത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയ മനസ്സിലാക്കിയ ഈ സത്യം, അത് മനസ്സിലായപ്പോൾ അദ്ദേഹം KNM മർക്കസ് തവക്കാരുടെ കൂടെയല്ലേ കൂടേണ്ടിയിരുന്നത്? അദ്ദേഹത്തിന് നസീഹത്ത് മാത്രമേ ഉള്ളൂ ഇതിലൂടെ എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അങ്ങനെ നസീഹത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം KNM മർക്കസ് തവക്കാരുടെ കൂടെയല്ലേ കൂടേണ്ടിയിരുന്നത്? കാരണം ഇത് സത്യമാണെങ്കിൽ ഈ സത്യം ആദ്യമേ പറഞ്ഞത് അവരല്ലേ? എന്തുകൊണ്ട് അദ്ദേഹം മാറ്റിപ്പറഞ്ഞവരുടെ കൂട്ടത്തിലേക്ക് പോയി? അഥവാ എന്തുകൊണ്ട് KNM മർക്കസ് തവയിൽ ചേരുന്നില്ല? അങ്ങനെയൊക്കെ ചോദ്യം. അതായത് അബ്ദുറസാഖ് സുല്ലമി ഈ സത്യം മനസ്സിലാക്കിയത് ഇത്രയും വർഷം മുമ്പാണെങ്കിൽ, വർഷത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ KNMക്കല്ല പോകേണ്ടത്. കാരണം ഇത് ആദ്യമേ ഷിർക്കാന്ന് പറഞ്ഞത് മർക്കസാവക്കാരല്ലേ, അവർക്കല്ല പോകേണ്ടത്. ഇതേ ചോദ്യം ഇപ്പം നിങ്ങളോട് നമുക്ക് ചോദിച്ചുകൂടെ? മനുഷ്യനെ തൊട്ട് അദൃശ്യം അബോധികമായ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കല്ല എന്ന് നിങ്ങളൊരു പുതിയ വിശ്വാസം കൊടുന്ന്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞാൽ എന്താ? മലക്കുകൾ മനുഷ്യനെ തൊട്ട് അദൃശ്യവും അബോധികവുമാണ്, അതുകൊണ്ട് അവരോട് സഹായം തേടിയാൽ ഷിർക്കാവില്ല. നെല്ലിക്കുത്തിൻ്റെ വാദം അല്ലേ? മനുഷ്യനെ തൊട്ട് അദൃശ്യ അബോധികമായ മലക്കുകളോട് സഹായം തേടിയാൽ ഷിർക്കാവില്ല. എന്താ? അവർ കാര്യകാരണം എന്തെങ്കിലും അപ്പുറത്താണ് മനുഷ്യനെ തൊട്ട്, എന്നിട്ടും അവരോട് സഹായം തേടിയാൽ ഷിർക്കാവില്ല. എന്താ തെളിവ്? യഫ്ദൂന നമ്പറില്ല. അല്ല പിന്നെ എന്താണ്? വൽ മലായിക്കത്ത് ബാധ താലിക ലഹീർ, അള്ളാഹിന് പുറമെ ഓരോ സഹായം ഉണ്ട്. അപ്പോൾ മലക്കളുടെ സഹായം അഭൗതികമാണ്, അദൃശ്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് മനുഷ്യനെ തൊട്ട് അതീതവുമാണ്. ഇതാണ് നെല്ലിക്കുത്തിൻ്റെ വാദം. അപ്പോൾ എന്താ അയാൾ ആ വാദത്തിലൂടെ പറയുന്നത്? തേടിയാൽ ഷിർക്കാവില്ല. വിഷ്ണുങ്കര വാദം എന്താ? മനുഷ്യനെ തൊട്ട് ജിന്നും അദൃശ്യവും അഭൗതികമാണ്, അതുകൊണ്ട് ജിന്നിനോട് സഹായം തേടിയാൽ, ഹാദറ ജിന്നിനോട് സഹായം തേടിയാൽ ഷിർക്കാവില്ല. അപ്പോൾ നെല്ലിക്കുത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളെത്തിയത്. KNM പറഞ്ഞതോ മനുഷ്യനെ തൊട്ട് ജിന്നും ശൈത്താനും മലക്കൊക്കെ അദൃശ്യം അബോധികമാണ്, അതുകൊണ്ട് അവരോട് തേടിയാൽ ഷിർക്കാകും. അപ്പോൾ നിങ്ങൾ എവിടുക്കാണ് പോകേണ്ടത്? വിസ്റ്റം വിട്ട് KNM വിട്ട് അങ്ങനെ നേരെ പോകേണ്ട സമസ്തിക്കല്ലേ? ഓലങ്ങളെ ക്ഷണിച്ചുകളല്ലേ? ഓല എത്ര ആൾക്കാർ വിളിച്ച് ഇപ്പം നമ്മളും നിങ്ങൾ ഒന്നായി നമുക്ക് വരിക അനീഫാക്കോടിനോട് ഒരുമിച്ച് സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ലേ ഫൈസൽ ഹസനി? ആ വീഡിയോ നിങ്ങൾ കേട്ടോക്കി. ഉത്തരം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മുൻപ് ഞങ്ങൾ അയ്യും മാതറും കാതറുമായ ഒരു ശൈത്താനോട് പുഴയിലൂടെ ഒഴുകിപ്പോകുന്നതിന് മൗലവി ശൈത്താനെ മാറി ഇഫ്രീത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഷിർക്കാണോ? ഒരൊറ്റൊന്നും മുണ്ടിയിട്ടില്ല. സാസിൽ മുണ്ടങ്ങൾക്ക് പറ്റൂല. ആ ചോദ്യം ഇപ്പോൾ KNMനോട് ചോദിക്കൂല. എന്തുകൊണ്ട്? ആ തൗഹീദിൻ്റെ പുറയിലേക്ക് തൂങ്ങി നിന്ന ജബ്ബാർ മൗലവിയുടെ ലേഖനമാണ് ഷിർക്കിൻ്റെ കൊമ്പ് മുറിച്ചാണ്ടിട്ട് പണ്ഡിതന്മാർ. അതിന് കുറച്ച് കാലം ഇളവുണ്ടായിട്ടില്ല, അത് ശരിയാണ്. ഇതിനു മുമ്പ് CN ആയാലും ചേകനൂരിൻ്റെ വിഷയത്തിലായാലും സലാം മുസ്ലിമിൻ്റെ വിഷയത്തിലായാലൊക്കെ കൊല്ലങ്ങൾ എടുത്തിട്ടില്ലല്ലോ ചർച്ച ചെയ്തിട്ട്. അത് പണ്ഡിതന്മാരെ ഇസ്ലാമിക രീതിയല്ലേ? ഒറ്റ വെട്ട് രണ്ട് തുണ്ടെന്ന് തന്നെ മുശ്രിക്കാക്കല ഇസ്ലാമിലില്ല. അതുകൊണ്ട് ജമിയത്തുൽ ആ തീരുമാനമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വാദം മുഴുവനും ബാത്തിലാണ് കൂട്ടുക. നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ വാദത്തിന് നടക്കുന്നത്? ഇന്ന് സമസ്തക്കാർ പറഞ്ഞ പല വാദങ്ങൾ അംഗീകരിച്ചു. സുബൈക്ക് മാത്രമല്ല കുനൂത്ത് ബിദാത്താന്ന് പറഞ്ഞ സംവാദം നടത്തിയ കേരളത്തിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? സുബൈക്ക് മാത്രമല്ല കുനൂത്ത് ബിദാത്താന്ന് പറയാൻ പറ്റൂല. അപ്പം നിങ്ങൾക്ക് കൈക്ക് പോയിക്കൂടെ? തറാവി 11 കൂടുതൽ നിസ്കരിക്കൽ ബിദാത്താന്ന് പറഞ്ഞുള്ള വാദപ്രയോഗം നടത്തിയ കേരളത്തിൽ നിങ്ങൾ വന്നതിന് ശേഷം എന്താ പറഞ്ഞത്? 11 കൂടുതൽ നിസ്കരിക്കാം. എത്ര നിസ്കരിക്കാം? രണ്ടാം ബാങ്ക് അങ്ങനെ തുടങ്ങി എത്ര വിഷയം കൈ വയറ്റുമ്പോൾ കെട്ടിയാലും പിന്നെ പൊക്കൽമ കെട്ടിയാലും അതേമാതിരി തന്നെ നെഞ്ഞത്തെട്ടിയാലും എവിടെ കെട്ടിയാലും കുഴപ്പമില്ല. കൈ കെട്ടുന്ന വിഷയത്തിൽ വാദപ്രയോഗം നടത്തിയ പ്രസ്ഥാനമാണ് ഇസ്ലാം പ്രസ്ഥാനം. അപ്പോൾ ഇങ്ങനെയാണ് നോക്കിയാൽ നിങ്ങൾ ശരിക്ക് സമസ്തയ്ക്ക് എളുപ്പത്തിൽ പോകാൻ മാത്രം ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ഈ സാധു റസാഖ് സുലമിനോട് നിങ്ങൾ മർക്കസ് സാബിക്ക് പോകണില്ലേ? മൂപ്പർ അതിലായിരുന്നു ആദ്യം, പിന്നെ കേരള തുണിജാതിലേക്ക് ഞങ്ങളൊക്കെ മാറിയതാ. അങ്ങനെ ഉറച്ചു നിന്നാൽ മതിയായിരുന്നു. അള്ളാഹു താല പരീക്ഷിച്ചു.
ബാത്തിലിൻ്റെ കൂടെ പോയി ഈ ജിന്നുമണ്ടി കയറി. അല്ലാതെ ഞാൻ ഇത് ഇറങ്ങി പോകുന്നത്. ഇപ്പോഴില്ല, വാപ്പ പഠിച്ചിട്ടുണ്ട്, ഉമ്മ പഠിച്ചുകൊണ്ടിരിക്കണു. എൻ്റെ അഞ്ചൻ ഞാനീ പറഞ്ഞ കുടുംബം ഏതാ നിങ്ങൾ വിവാദമാക്കുന്ന ഇസ്ലാം മാസികയിലെ ലേഖനം എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ മകൻ എൻ്റെ പെങ്ങളെ കെട്ടിയത്. അത്രയും അടുപ്പുള്ള കുടുംബമാണ് ഞാൻ സമസ്തീന്ന് വന്ന ആളൊന്നുമല്ല, പാരമ്പര്യ മുജാഹിദാണ്. എന്നിട്ട് ഞാൻ ആദർശം നിലനിർത്തി കുടുംബബന്ധത്തിന് പ്രാധാന്യം നൽകിയിട്ടും ആദർശത്തിന് പ്രാമുഖ്യം നൽകിയെന്നുള്ളതാണ്. അത്രയും അപകടകരമായ അവസ്ഥയ്ക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സഹോദരങ്ങളെ ഇതിൻ്റെ ബാക്കി അടുത്ത സമയം നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീ പറഞ്ഞില്ല